കഥ തുടരുന്നു. ചേട്ടനെയും കൊണ്ട് കാറ് വളവ് തിരിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞിട്ടും കുറേ നേരം കൂടി ദേവു പൂമോത്ത് പുറത്തേക്ക് നോക്കി നിന്നു. മേഘം വന്ന് നിലാവ് മങ്ങി. അവൾ അകത്ത് കയറി വാതിലടച്ചു. രതി വീണ എടുത്ത് തന്നെ കിടക്കുകയാണ്. കല്യാണിയമ്മ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്ന് ഒന്നും ചെയ്യാതെ അടുത്ത് നിലത്തിരിപ്പുണ്ട്. അവൾ ചെന്ന് രതിയെ രണ്ടുപേരും കൂടി താങ്ങി പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ അറിയാതെ കാല് തൊട്ടപ്പോൾ ദേഹത്ത് കുളിര് കോരിയിട്ടു. തളത്തിൽ ഒരു കസേരയിൽ തലകുനിച്ചിരിക്കുകയായിരുന്ന മിനി അവരെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് പോയി കുറച്ച് വെള്ളവുമായി വന്നു. അത് കുറെ മുഖത്ത് തളിച്ചു നോക്കി. ഉണരുന്നില്ല. ഒരു 1/4 മണിക്കൂർ നോക്കിയിരുന്നു. അനക്കമില്ല. വെള്ളം ഓരോരുത്തരുടെയും വകയായി തളിച്ച് അവിടെ പ്രളയമായി. ഇനിയും ഈ തണുപ്പത്ത് കിടത്തിയാൽ ചേച്ചി അനിച്ചേട്ടനെ വിളിച്ച് കൊണ്ടുവരാൻ പറയട്ടെ. അയാൾ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഡോക്ടറെ വിളിക്കാനെങ്കിലും പോകുമല്ലോ. വലിയ സമ്മതമൊന്നും അല്ലാത്ത മട്ടിൽ മിനി മൂളി. രാമൻ നായരെ, അയാളെ ഉണർത്തേണ്ടി വന്നില്ല. തളത്തിൽ തന്നെയുണ്ട്. കിഴക്കേതിൽ ചെന്ന് അനിച്ചേട്ടനെ വിളിച്ചു കൊണ്ടുവരണം. 5 മിനിറ്റിനകം വരണം. താമസിക്കരുത്. നനഞ്ഞ സാരിയെല്ലാം ഒരുവിധം അഴിച്ചു മാറ്റി രതിയെ അച്ഛൻ്റെ കട്ടിലിൽ കൊണ്ടുപോയി പുതപ്പിച്ച് കിടത്തി. വീണപ്പോൾ എവിടെയോ അടിച്ച് തല പൊട്ടിയിരിക്കണം. മുടിയിൽ കുറച്ച് ചോര പുരണ്ടിട്ടുണ്ട്. പൊട്ടിയതാണോ അതോ ചേട്ടൻ്റെ? അനി വന്നു ഉടനെ ഡോക്ടറെ വിളിക്കാൻ പോവുകയും ചെയ്തു. രാമൻ നായർ എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു കാണും. സമയം പിന്നെയും കഴിഞ്ഞു. രതി അതുപോലെ കിടക്കുകയാണ്. എത്ര നേരമായി? ഒരു ഡോക്ടറെ കിട്ടാൻ ഇത്ര താമസമോ? കുറേ നേരം നോക്കിയിരുന്നു മിനി പറഞ്ഞു. അർദ്ധരാത്രിക്ക് ചെന്ന് വിളിച്ചാൽ വരാൻ തയ്യാറുള്ളവർ വേണ്ടേ? അവസാനം വന്നു. ഒരു പരിചയവുമില്ലാത്ത ഒരു താടിക്കാരൻ ഡോക്ടർ. അയാൾ വന്ന് കുറച്ചു നേരം പണിപ്പെട്ടപ്പോൾ രതി കണ്ണു തുറന്നു. ഇതിനാണോ എൻ്റെ ഉറക്കം കളഞ്ഞത് എന്നൊരു മട്ടാണ് അയാൾക്ക്. നടന്നത് മുഴുവൻ അനി അയാളോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നി. അയാൾ തലയിൽ പൊട്ടിയെടുത്ത് കുറച്ച് മുടി വെട്ടിക്കളഞ്ഞ് മരുന്ന് വെച്ചു. ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്ത് യാത്രയായി. അപ്പോഴാണ് ഫീസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടിച്ചെന്ന് രൂപ എടുത്ത് അനിയെ ഏൽപ്പിച്ചു. ഹിസ്റ്ററിക്കലാണ്, സാരമില്ല. പോകാൻ നേരത്ത് അയാൾ ഇത്രയും പറഞ്ഞു. രതി പിന്നെയും അതുപോലെ കിടക്കുകയാണ്. കണ്ണു തുറന്നിട്ടും ഒന്നും മിണ്ടാതെ. അങ്ങനെ കണ്ടപ്പോൾ പിന്നെയും പേടിയായി. ഇപ്പോഴും തല ചുറ്റുന്നുണ്ടോ അമ്മോ? അവൾ അടുത്തിരുന്ന് ചോദിച്ചു. ഇല്ല. പിന്നെന്താ? ഒന്നുമില്ല. ഇങ്ങനെ വല്ലാണ്ട് കിടക്കുന്നതോ? ഉറക്കം വരുന്നുണ്ടോ? ഉവ്വ്. എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അയ്യോ വേണ്ട. കൊച്ചേച്ചി എൻ്റെ അടുത്തിരിക്കണം. എൻ്റെ കൈ പിടിക്കണം. അവൾ ഉറങ്ങുന്നതുവരെ കൈ പിടിച്ചുകൊണ്ട് ദേവു അടുത്തിരുന്നു. ഉറങ്ങിയെന്ന് തീർച്ചയായപ്പോൾ ലൈറ്റ് കെടുത്താതെ പതുക്കെ ഇറങ്ങിപ്പോന്നു. തളത്തിൽ മിനിയും അനിയും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നുണ്ട്. ഉറങ്ങിയോ? അനിച്ചേട്ടൻ ചോദിച്ചു. ഉറങ്ങി. ആശുപത്രിയിൽ വർത്തമാനം അറിയാൻ എന്താണ് വഴി? അവൾ തുടർന്നു. ഞാൻ പോകാം. രതിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട് പോകാമെന്ന് കരുതി താമസിച്ചതാണ്. ഇപ്പോൾ തന്നെ ഇറങ്ങാം. നേരം വെളുക്കുന്നതിന് മുമ്പ് എങ്ങനെ പോകും? എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അനിച്ചേട്ടൻ പോയി. അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. കല്യാണിയമ്മ അകത്തുനിന്ന് ഒരു തൊട്ടി ചോര വെള്ളവും തുണിയുമായി ഇറങ്ങി വന്നു. ഭഗവാനെ, എന്തൊക്കെയാണ് ഉണ്ടായത് ഇന്ന്? വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ടിരുന്നു. രതിയോ വിമലയോ? രണ്ടിലൊരാൾ മേശപ്പുറത്ത് കയറി വടിയിട്ട് തള്ളി തുറന്നതാണ്. ജനലും അടച്ചു കുറ്റിയിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം? മിനിക്ക് കോടോപയറിന് വേണ്ടി അവർ രണ്ടുപേരും അപ്പോൾ താഴ്ത്തിറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതാണിതെന്നോ? വൈകുന്നേരം വന്ന് കയറിയപ്പോൾ ചേട്ടൻ്റെ മുഖഭാവം? വിമലയും വല്ലാതിരുന്നു. ശരിയാണ്, എല്ലാവരുടെയും കൂടെ ഉമ്മർത്ത് വന്നത് തന്നെയില്ല. ഇരുട്ടത്ത് മിനിയുടെ മുറിയിൽ കുത്തിയിരുന്നു. മിനിക്ക് തലവേദന ഇതിനു മുമ്പും വന്നിട്ടുള്ളതാണ്. വിമല കണ്ടിട്ടുമുണ്ട്. അന്നൊന്നും ഇങ്ങനെ അടുത്തിരിക്കുകയുണ്ടായിട്ടില്ലല്ലോ. ഇന്ന് മാത്രം അങ്ങനെ തോന്നാൻ? ഉച്ചതിരിഞ്ഞ് എപ്പോൾ എത്തി ഇവിടെ വിമല? എന്താണുണ്ടായത് അവർ തമ്മിൽ? ദൈവമേ! രതിയെ മാറ്റിക്കിടത്താൻ പോയപ്പോൾ എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ട് അത് സൂക്ഷിക്കുകയുണ്ടായി. പുത്തൻ റേസർ ബ്ലേഡ്. ചേട്ടൻ മനഃപൂർവ്വം കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി ഇരുന്ന് വാതിലും ജനലും അടച്ച് ബ്ലേഡ് കൊണ്ട് കയ്യിലെ ഞരമ്പ് മുറിച്ചു. മനഃപൂർവ്വം. അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത്രയും കണ്ടിട്ട് വിമലയ്ക്ക് വിശേഷിച്ച് പരിഭ്രമമൊന്നും കണ്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിമലയ്ക്ക് അറിയാമായിരുന്നു എന്നോ? അവിടെ നിന്ന് ആരും വരാത്തതെന്താണ്? അനിച്ചേട്ടനും പോയ വഴിയേ പോയി. ദൈവമേ, തുടങ്ങിയത് മുഴുവനും ആയോ? ചേട്ടൻ! കൊച്ചേച്ചി! രതി ഉറക്കെ ഞെട്ടി വിളിച്ചു. അവൾ അകത്തേക്ക് ഓടിച്ചെന്നു. എന്നെ തന്നെയാക്കിയിട്ട് പോയല്ലേ? അവൾ ദേവിനെ ബലം മുഴുവനും എടുത്ത് കെട്ടിപ്പിടിച്ചു. ഇല്ല തങ്കം, ഉറങ്ങിക്കോളൂ. ഒരുവിധം പിടിച്ചു കിടത്തി. മിനി ഒരു വശത്തും അവൾ മറ്റേ വശത്തും ആയിട്ടായിരുന്നു. രണ്ടുപേരും ഓരോ കൈ പിടിച്ചുകൊണ്ട്. അവൾ ഉറങ്ങിയിട്ടും അവർ അവിടെ തന്നെ അനങ്ങാതിരുന്നു. പുറത്ത് കാർ വന്നു നിന്നു. രണ്ടുപേരും ഉമ്മർത്തേക്ക് ഓടിപ്പോന്നു. പരിഭ്രമിക്കാനൊന്നുമില്ല, അപകടമൊന്നുമില്ല. അച്ഛൻ മുറ്റത്ത് നിന്ന് കൊണ്ട് തന്നെ പറഞ്ഞു. മിനി അവളെ കെട്ടിപ്പിടിച്ചു. കരച്ചിൽ പൊട്ടി. ആ തേങ്ങലുകളിൽ കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കുകയായിരുന്നു. നേരം വെളിച്ചമായപ്പോൾ അച്ഛനും മിനിയും കൂടെ കാറെടുത്ത് ആശുപത്രിയിലേക്ക് പോയി. ദേവുവിന് പോകണമെന്നുണ്ടായിരുന്നു രതിയുടെ കൂടെ.
ആരെങ്കിലും വേണ്ടേ? രണ്ടുപേരും തിരിച്ചെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു. ചേട്ടന് വിശേഷമൊന്നുമില്ല, ക്ഷീണം മാത്രമേ ഉള്ളൂ. പേവാർഡിൽ മുറി ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി. കണ്ടെങ്കിലേ സമാധാനമുള്ളൂ. അച്ഛൻ വന്ന് ഊണ് കഴിച്ച് ഒന്ന് കിടന്നു ക്ഷീണം മാറാതെ എങ്ങനെയാണ് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുക. അവൾ 3 മണിക്കേ ചായ കൂട്ടി എല്ലാവർക്കും കൊടുത്തു. പോകാൻ തയ്യാറായി കാത്തിരുന്നു. അച്ഛൻ എണീറ്റ് വന്നപ്പോൾ മണി 4:30 പിന്നെ താമസിക്കാതെ തിരിച്ചു. ചെന്നപ്പോൾ ചേട്ടൻ ഉണർന്നു കിടക്കുകയാണ്. അവൾ അടുത്തുപോയി നിന്നിട്ട് ഒന്നും പറഞ്ഞില്ല. അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ആ മിനുമിനുത്ത ഇനാമൽ ചുമരുകളും വലിയ ഇരുമ്പു കട്ടിലും ചുമന്ന പുതപ്പും എല്ലാം കൂടി സഹിക്കാൻ വയ്യ. ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാതെ കഴുത്തുവരെ മൂടി പുതപ്പിട്ട് മൂടി കരുവാളിച്ച മുഖം മാത്രം പുറത്തു കാട്ടി ചേട്ടൻ്റെ കിടപ്പ്. ഒരു നേഴ്സ് തെർമോമീറ്ററും കൊണ്ടുവന്നു. ഓ, ഇവരെല്ലാം ചേട്ടൻ്റെ കാല് കണ്ടു കാണും. വേറൊരാൾ അത് കാണുന്നത് ചേട്ടന് എന്ത് ദണ്ണമായിരുന്നു. അവളെ കൂടി കാണിക്കാറില്ല. നേഴ്സ് അവിടെ തൂക്കിയിട്ടിരുന്ന ചാർട്ടിൽ എന്തോ കുറിച്ചിട്ട് പോയി. ആ സമയത്താണ് വിമല വരാന്തയിൽ കൂടി നടന്നു വന്നത്. ഇങ്ങോട്ട് കണ്ടില്ല, തലകുനിച്ചാണ് നടക്കുന്നത്. രാജൻ ജനാലിക്കൽ ചാരി നിൽക്കുകയായിരുന്നു. വിമല അടുത്തെത്തിയിട്ടേ കണ്ടുള്ളൂ. ഉടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രണ്ടുപേരും കൂടി ജനാലയ്ക്കടുത്ത് നിന്ന് മാറി 3-4 മിനിറ്റ് നേരം സംസാരിച്ചു നിന്നു. രാജൻ ചേട്ടൻ മടങ്ങി വന്നു. വിമല അതുപോലെ തിരിഞ്ഞുപോയി. അകത്ത് വന്ന് നോക്കാതെ പോയത് എന്തുകൊണ്ട്? അങ്ങേ വശത്തെ വരാന്തയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്ന അച്ഛൻ വിമല പോകുന്നത് കണ്ടുകൊണ്ട് കയറി വന്നു. വിമലയല്ലേ അത്? ഇങ്ങോട്ട് വരാതെ പോയത്? തിരക്കായിരിക്കും, രാജൻ മറുപടി പറഞ്ഞു. നേരെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്ന ചേട്ടൻ കണ്ണടച്ചു. അവൾ രാജൻ്റെ അടുത്തേക്ക് ചെന്നു. രാജൻ ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഒരു കാര്യം ചോദിക്കട്ടെ. അയാൾ അവളുടെ കൂടെ പുറത്ത് വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താണ് ഡോക്ടർ പറഞ്ഞത്? ചേട്ടൻ്റെ മാറിയില്ലേ? ഒന്നും പേടിക്കാനില്ല, 2 ദിവസം കൊണ്ട് മാറും ക്ഷീണം മുഴുവൻ. പിന്നെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. രാജൻ ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുത്. എന്താണ് രാജൻ ചേട്ടൻ വിമലയോട് പറഞ്ഞത്? വാതിൽക്കൽ വരെ വന്നു വിമല തിരിച്ചു പോകാൻ തക്കവണ്ണം. അയാൾ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടിയില്ല. ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് കൂടി ഞാൻ അറിയാമോ? രാജ പിന്നെയും കുറച്ച് സംശയിച്ചു നിന്നു. ചേട്ടൻ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. വിമല അകത്തേക്ക് വരണ്ട എന്ന് പറയാൻ ചേട്ടൻ രാജൻ ചേട്ടനെ ഏൽപ്പിച്ചിരുന്നോ? ഉവ്. കാലത്ത് വിമല വന്നില്ലേ? അപ്പോൾ ചേട്ടൻ ഉറങ്ങുകയായിരുന്നു. ഉണർന്നപ്പോൾ രാജൻ ചേട്ടനോട് ആവശ്യപ്പെട്ടുവോ വരണ്ട എന്ന് പറയാൻ? അയാൾ മിണ്ടാതെ നിന്നു കുറേ നേരം കൂടി. അതെ, വിമലയെ ഇനി ഇതിനകത്ത് കേട്ടില്ല എന്ന് ഞാൻ വാക്കു പറയണമെന്ന് പറഞ്ഞു. ഇത്തവണ അവളാണ് ആലോചിച്ചു നിന്നത്. ചേട്ടൻ പറഞ്ഞത് അതുപോലെ വിമലയോട് പറഞ്ഞുവോ? ഉവ്. എന്നിട്ട് വിമല എന്താണ് സമാധാനം പറഞ്ഞത്? ശരിയാണ്, വിമല വരാതിരിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ഭാസ്കരൻ നോക്കിക്കോളും വേണ്ടതെല്ലാം. അയാളെ ഏൽപ്പിച്ചേക്കാം, ഇത്രയും പറഞ്ഞു. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. വരാന്തയിലെ മരയഴിയിൽ പിടിച്ച് താഴത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ ഊഹിച്ചത് ശരിയാണ്. വിമലയ്ക്കറിയാം എന്തിനാണ് ചേട്ടൻ ഇത് ചെയ്തതെന്ന്. നേരത്തെ അറിയാമായിരുന്നോ ഇങ്ങനെ ചെയ്യുമെന്ന്? രതിയുടെ ഒക്കെ മാറിയില്ലേ? രാജൻ ചേട്ടൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വിശേഷമൊന്നുമില്ല എന്ന്. ഇല്ല രാജൻ ചേട്ടാ, അവൾ നോർമലായിട്ടില്ല. ചേട്ടൻ എവിടെയാണെന്നോ എന്താണെന്നോ ഒരക്ഷരം ചോദിച്ചില്ല. അതാണ് പേടി തോന്നുന്നത്. ഷോക്ക് മാറാഞ്ഞിട്ടായിരിക്കും. നാളേക്ക് ശരിയാവും. ആവുമായിരിക്കും. അച്ഛൻ പുറത്ത് അവരുടെ അടുത്തേക്ക് വന്നു. സംസാരം അങ്ങനെ നിന്നു. ചേട്ടൻ വീട്ടിൽ തിരിച്ചെത്തി. കുറച്ച് ക്ഷീണമുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം പഴയതുപോലെയായി. ആയോ? മുഴുവനും മാറിയില്ലേ? രതി. അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഡോക്ടർക്ക് വലിയ സമ്മതമായിരുന്നില്ലെങ്കിലും കൂട്ടാക്കാതെ ചേട്ടനെ എത്ര പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഫലമെന്തെങ്കിലും ഉണ്ടായോ? ചേട്ടനാണെങ്കിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഇതിലും ഭേദമായിരുന്നു. ഒരു ഉത്സാഹവും ഒക്കെ വല്ലപ്പോഴുമെങ്കിലും കാണിക്കും. ഇപ്പോൾ യാതൊന്നുമില്ല, അനക്കവുമില്ല, മിണ്ടാട്ടവുമില്ല. രാവു പകൽ കിടപ്പ്. കസേരയിലേക്ക് എണീറ്റിരിക്കുക കൂടി ചെയ്യില്ല. വല്ലതും കഴിക്കണമെങ്കിൽ അവിടെ കൊണ്ടുവച്ച് നിർബന്ധിക്കണം. ചേട്ടന് രതിയെയും രതിക്ക് ചേട്ടനെയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് ഒരു വിഷമം പോലെയാണ്. ചേട്ടൻ വന്ന ദിവസം ദേവ് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് രതി ആ മുറിയിൽ പോയത് തന്നെ. അവിടെ ചെന്നിട്ട് മിണ്ടാതെ ആ ഇരിപ്പ് ഇരുന്നു. ചേട്ടനും മിണ്ടിയില്ല. അവൾ ഇനി എന്തെങ്കിലും പഴയ ആളാവുമോ? ആ ചിരിയും കളിയും പാട്ടും ബഹളവും എല്ലാം എവിടെ പോയി? എപ്പോഴും മൗനം. നേരം ഇരുട്ടിത്തിറങ്ങിയാൽ പിന്നെ അടുത്തു നിന്ന് ആൾ മാറരുത്. രാത്രി മുഴുവൻ സമയവും ലൈറ്റിട്ടാണ് കിടക്കുക. എന്നിട്ടും ദേവു ഒരേ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറങ്ങില്ല. ഇതിനെല്ലാം പുറമെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോധക്കേട് വരലും. ആദ്യത്തെ തവണ ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ മുറ്റത്തേക്ക് തല അടിച്ച് വീഴുകയാണുണ്ടായത്. രാജൻ എടുത്ത് കിടത്തി. ഡോക്ടറെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുകയും മറ്റും വേണ്ടി വന്നു ഉണരാൻ. കൂടെ കൂടെ ഇങ്ങനെ വരിക എന്നായിരിക്കുകയാണ് ഇപ്പോൾ. അവൾ ഇറയത്തിൻ്റെ വക്കത്തുകൂടി നടക്കുമ്പോഴും കോണിയിറങ്ങുമ്പോഴും എല്ലാം ബാക്കിയുള്ളവരുടെ ഉള്ളിൽ തീയാണ്.
രാവിലെ എഴുന്നേറ്റ് വന്നാൽ കിടക്കാൻ മാത്രം മുകളിലേക്ക് പോവുക എന്നാക്കിയിരിക്കുകയാണ്. കഴിയുന്നതും എപ്പോഴും ആരെങ്കിലും ഒപ്പം നിൽക്കും. അതിന് വലിയ ബുദ്ധിമുട്ടില്ല. പറഞ്ഞു നിർബന്ധിച്ചാലല്ലാതെ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല. ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കിടന്നിട്ടാണ് ഇതൊക്കെ എന്ന് ഡോക്ടർ. ആദ്യത്തെ താടിക്കാരനല്ല, അവരുടെ പതിവ് ഡോക്ടറാണ് ഇപ്പോൾ വരിക. ഈ കുട്ടി കോളേജിലോ സ്കൂളിലോ ഒന്നും പോയിരുന്നില്ലേ? 5-6 തവണ ബോധമില്ലാതായി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു. കോൺവെൻറ്റിൽ പോയിക്കൊണ്ടിരുന്നു. രാജനാണ് മറുപടി പറഞ്ഞത്. രാജൻ ഇപ്പോൾ അധിക സമയവും അവിടെ തന്നെയാണ്. എന്നാൽ അത് മുടക്കുന്നത് എന്തിന്? നാളെ മുതൽ പോകട്ടെ. കൂട്ടുകാരുടെ കൂടെയായാൽ ഈ മൗനമൊക്കെ മാറും. അവിടെ എവിടെയെങ്കിലും ചെന്ന് വീണാൽ വീണി തുടങ്ങി. സാരമില്ല, വീഴുന്നെങ്കിൽ വീഴട്ടെ. വല്ലതും പറ്റിയാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. തന്നെ ഇങ്ങനെ അടച്ചിരുന്നാൽ ഇത് കൂടുകയുള്ളൂ. സമപ്രായക്കാരുടെയൊക്കെ കൂടെ നടന്ന് വീണ് തലപ്പൊട്ടിയാൽ ഉണ്ടാവുന്ന ദോഷത്തിനേക്കാൾ ഗുണം അതുകൊണ്ടുണ്ടാവും. ഡോക്ടർക്ക് പറയാൻ എളുപ്പം കഴിഞ്ഞു. പോകാൻ രതി കൂട്ടാക്കിയിട്ട് വേണ്ടേ? അവൾക്ക് ഇഷ്ടമില്ല. അവസാനം രാജൻ വന്നിരുന്ന് പറഞ്ഞ് ഒരുവിധം സമ്മതിപ്പിച്ചു. പിറ്റേ ദിവസം കാലത്തെ പോയി. രാജൻ പിന്നാലെ നിന്നാണ് ഇറക്കിയത്. കോൺവെൻറ്റ് തൊട്ടടുത്താണ്. അവിടം വരെ രാജൻ തന്നെ കൊണ്ടുവിട്ടു. 2 മണിക്കൂർ കഴിഞ്ഞിരിക്കാം. കോൺവെൻറ്റിൽ നിന്ന് ആൾ വന്നു. അവിടെ തലച്ചുറ്റി വീണ് കിടക്കുന്നു എന്നും പറഞ്ഞ്. ആരുമില്ല വീട്ടിൽ. അച്ഛൻ കൂടിയില്ല. ദേവുവും മിനിയും കൂടി ചെന്നു. മദറിൻ്റെ മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. അവർ ചെന്ന് അവിടുത്തെ പ്യൂണിനെ തന്നെ പറഞ്ഞയച്ചു ഡോക്ടറെ വിളിക്കാൻ. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് അവൾ കണ്ണുമിഴിച്ചു. കന്യാസ്ത്രീകൾ ഒരാൾ കാപ്പിയും കൊണ്ടുവന്നു. അപ്പോഴേക്കും ഡോക്ടർ എത്തി. അദ്ദേഹം അവളുടെ പൾസൊക്കെ പിടിച്ചു നോക്കി. സാരമില്ലെന്ന് പറഞ്ഞ് പുറത്ത് 2 തട്ടും തട്ടിപ്പോയി. കുറേ നേരം കൂടി കിടന്നിട്ട് രതിയെ കൊണ്ടുപോകാൻ കന്യാസ്ത്രീകൾ സമ്മതിച്ചുള്ളൂ. വൈകുന്നേരം ഡോക്ടർ വീട്ടിൽ വന്നു. മിനി മേൽ കഴുകുകയായിരുന്നു. ദേവുവാണ് അച്ഛൻ വിളിച്ചപ്പോൾ ഉമ്മറത്തേക്ക് ചെന്നത്. രാജനും ഉണ്ടവിടെ. ദേവു, ഡോക്ടർ പറയുന്നത് സ്കൂളിലൊന്നും പോകാതെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഇത് അധികമാവുകയേ ഉള്ളൂ എന്നാണ്. ആ മദറിനോട് കാര്യമൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലേ? അച്ഛൻ ചോദിച്ചു. ഞാൻ നാളെ പോയി നോക്കാം. എന്നാലും ഇനി 1 മാസമല്ലേ ഉള്ളൂ കോൺവെൻറ്റ് അടക്കാൻ. അവരൊക്കെ പോവും. പിന്നെന്ത് ചെയ്യും? അതുവരെയെങ്കിലും ആവട്ടെ, ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് കാലത്തെ ദേവു മദറിനെ കാണാൻ പോയി. അവർക്കെല്ലാം രതിയെ ഇഷ്ടമാണ്. ഡോക്ടർ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ അവർ എന്തും ചെയ്യാമെന്ന് ഏറ്റു. ബോധക്കേട് വരികയാണെങ്കിൽ വീട്ടിൽ അറിയിച്ചാൽ മതി എന്നുകൂടി പറഞ്ഞ് അവൾ പോന്നു. രതി പതിവായി പോകാൻ തുടങ്ങി. രാജൻ ദിവസവും കാലത്തെ അതിലെ വന്ന് അവളെ കൂടി വിളിച്ച് കോൺവെൻറ്റിലാക്കിയിട്ട് പോകും. വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരാൻ ദേവുവോ മിനിയോ ചെല്ലും. 2-3 പ്രാവശ്യം ബോധക്കേട് വന്നു. ഒരിക്കൽ സാരമായില്ല. വീട്ടിൽ അറിയിച്ചില്ല. പിന്നത്തെ തവണ ഡോക്ടറെ വിളിക്കേണ്ടി വന്നു. എങ്കിലും അവൾക്ക് കുറേശ്ശെ ഉത്സാഹം വയ്ക്കുന്നുണ്ടെന്ന് എല്ലാവരും സമ്മതിച്ചു. അവധിക്ക് എന്ത് ചെയ്യുമെന്ന് പേടിയാണിപ്പോൾ. കോൺവെൻറ്റ് പൂട്ടിയവർ മദറും വേറെ 1-2 കന്യാസ്ത്രീകളും 1 മാസത്തേക്ക് ബാംഗ്ലൂർക്ക് പോവുകയാണ്. രതിയെ അവരുടെ കൂടെ അയച്ചാലെന്താണെന്ന് ദേവുവിന് ഒരു ആലോചന ഉണ്ടായിരുന്നു. മദർ ഇങ്ങോട്ട് പറഞ്ഞു. അവൾ ചുമതല എടുത്തുകൊണ്ട് പോയിക്കോളാമെന്ന്. 1 മാസം ഇവിടെ നിന്നൊക്കെ മാറി താമസിച്ചാൽ എല്ലാം ശരിയാവും എന്നാണ് അവരുടെ അഭിപ്രായം. ദേവുവിന് അത് ബോധ്യമായി. അവർ കാര്യമായി നോക്കിക്കോളും എന്ന് അവൾക്ക് തീർച്ചയുണ്ട്. പക്ഷേ വീട്ടിൽ ആലോചിച്ചപ്പോൾ അവിടെ ആർക്കും സമ്മതമില്ല. മിനി തീരെ എതിരാണ്. രാജൻ ഉണ്ടായിരുന്നു ഈ കാര്യം പറയുമ്പോൾ. ഇത്ര ദൂരെ അയക്കണമെന്ന് രാജനും അഭിപ്രായമില്ല. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. രാജൻ എന്നും വരും. കോളേജിൽ പോകുന്ന വഴി അവിടെ കയറും. വിട്ടുവരുന്നത് അങ്ങോട്ടാണ്. പിന്നെ നല്ലവണ്ണം ഇരുട്ടിയിട്ടേ തിരിച്ചു പോവുകയുള്ളൂ. അയാളുണ്ടെങ്കിൽ കുറേ ഭേദമാണ്. പിന്നെ വർത്തമാനവും ഉത്സാഹവും ഒക്കെ ഉണ്ട്. രാജൻ്റെ കോളേജ് അടച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അയാൾ പകൽ മുഴുവനും അവിടെ തന്നെയാണ്. ചേട്ടൻ്റെ മുറിയിലെ പാട്ടും ബഹളവും ഒക്കെ നിന്നു. രതിക്ക് അതിനകത്ത് കയറാൻ വയ്യ. രതിക്ക് പണ്ടത്തെ പോലെ എല്ലാവരും അവിടെ ചെന്ന് ഇരിക്കുന്നതും ചേട്ടനും ഇഷ്ടമല്ലെന്ന് തോന്നി. രാജൻ ഉള്ളതുകൊണ്ട് രതി രക്ഷപ്പെട്ടു. അയാൾ അവളുടെ കൂടെ കാരംസും ലുഡോയും കളിച്ചു. ഒരു കെട്ടു ചീട്ടും കൊണ്ട് 2 പേരും ഉച്ചനേരം മുഴുവൻ ഇരിക്കും. എപ്പോഴും അവർ ഒന്നിച്ചാണ്. അയാൾ ചേട്ടനുമായുള്ള പ്രതിവാദങ്ങളെല്ലാം നിർത്തി. മറ്റു കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചു. അവരെയൊന്നും കാണൽ തന്നെയില്ല. രാത്രി 8-10 മണിയായിട്ടാണ് വീട്ടിലേക്ക് പോവുക. ചില ദിവസം പോവുക തന്നെയില്ല. ആ 2 മാസം അയാൾ അവൾക്ക് വേണ്ടി കഴിച്ചു. ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ ക്ഷമയോടെ പെരുമാറി. പച്ചപ്പകൽ കൂടി പേടി. അയാൾ അടുത്തു തന്നെ മാറാതിരുന്നു. വേറെ ആരുണ്ടായാലും അവൾക്ക് സമാധാനമില്ല. ആദ്യത്തെ 1 മാസം കൊണ്ട് ബോധക്കേട് കൂടെ വന്നുകൊണ്ടിരുന്നു. പതുക്കെ അത് മാറി. വല്ലപ്പോഴും ഒന്ന് വരിക എന്നായി. ഇങ്ങനെയേ തീരെ വിടൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പതുക്കെ ഇല്ലാതാവും. ഡോക്ടർ ചില വ്യായാമങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുറക്കിയെടുക്കും. 1-2 മരുന്നുകളുണ്ട്. എല്ലാത്തിനും പുറമെ രാജൻ. കന്യാസ്ത്രീകൾ മടങ്ങി വന്നു. കോൺവെൻറ്റ് തുറക്കാറായപ്പോഴേക്കും അവൾ ഏകദേശം പഴയ ആളായി.
പണ്ടത്തെ പ്രസരിപ്പില്ല എന്ന് മാത്രം. ആ ചിരിയും ബഹളവും ഇനി മടങ്ങി വരുമോ? കോൺവെൻറ്റിൽ പതിവായി പോകുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഇവിടെ. എന്നാലും രാജൻ്റെ കോളേജ് തുറന്നുകൊണ്ട് പകൽ സമയം കഴിക്കാൻ വേറെ വഴിയില്ലാതായിരിക്കുകയാണ്. മാസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഒരു തിങ്കളാഴ്ച കാലത്ത് അച്ഛൻ ദേവുവിനെ മുറിയിലേക്ക് വിളിച്ചു. അവൾ ചെന്നപ്പോൾ പതിവില്ലാതെ ഇരിക്കാൻ പറഞ്ഞു. അവൾക്ക് ആയിടയ്ക്ക് എപ്പോഴും വലിയ ക്ഷീണമാണ്. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ശരിക്കും ആശ്വാസം തോന്നി. ഒരു കാര്യം പറയാനാണ് ഈ വിളിച്ചത്. രാജൻ ഇന്നലെ അച്ഛൻ നിർത്തി. അവളൊന്നും പറയാതെ കാത്തിരുന്നു. ഇന്നലെ എന്നോടൊരു സംഗതി ചോദിച്ചു. നമ്മുടെ രതിയെ രാജനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സമ്മതമാണോ എന്ന്. ആവൂ, സമാധാനമായി എന്നാണ് അവൾക്ക് ആദ്യം തോന്നിയത്. ഉടനെ തന്നെ രാജൻ്റെ വീട്ടുകാർ അവർ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ കണ്ടതുകൊണ്ട് ആദ്യം വിളിപ്പിച്ചു. രഘുവിനോടും ചോദിക്കണം. നിന്റെ അഭിപ്രായം എന്താണ്? രതിക്ക് ഇത് വലിയ സന്തോഷമായിരിക്കും അച്ഛാ. രതിയോട് രാജൻ തന്നെ ചോദിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. വിരോധമില്ലത്രേ. പിന്നെ നിന്റെ സ്വന്തം അഭിപ്രായം എന്താണ്? വളരെ നല്ലതാണ്. രാജൻ ചേട്ടൻ്റെ കൂടെയാണെങ്കിൽ രതി സുഖമായിരിക്കും. അപ്പോൾ ശരി, ഇനി രഘുവിനോടും മിനിയോടും ചോദിക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ചേട്ടൻ്റെ മുറിയിൽ സദസ്സ് കൂടി. രതി ഒഴികെ എല്ലാവരുമുണ്ട്. മിനി വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. ഒരു നല്ല കാര്യം ആലോചിക്കാൻ ചെന്നതിൻ്റെ സന്തോഷമൊന്നും ആർക്കും കണ്ടില്ല. 15 മിനിറ്റ് നേരമേ സംസാരിച്ചുള്ളൂ. നടത്തുകയാണ് ഭേദം. ഇതിലും നല്ല ആളെ കിട്ടാനൊന്നും പോകുന്നില്ല, ചേട്ടൻ പറഞ്ഞു. എന്തൊരു തണുത്ത വർത്തമാനം. ഇതിലും നല്ല ആളെ കിട്ടാത്തതുകൊണ്ട് ഇത് മതിയെന്ന്. എല്ലായ്പ്പോഴും ഉപകരിച്ചിട്ടുള്ളത് രാജനാണ്. ആ വിചാരം കൂടി അല്ലെങ്കിലും ചേട്ടനിപ്പോൾ ഒന്നിനും ഉന്മേഷമില്ല. ചേട്ടൻ പോട്ടെ. മിനി ഒരക്ഷരം മിണ്ടിയില്ല. നല്ലതോ ചീത്തയോ ആയിട്ട്. രാജനെ ദേവുവിനേക്കാൾ അടുത്തറിഞ്ഞിട്ടുള്ളത് മിനിയാണ്. എന്തോ രാജൻ മിനിയോടാണ് അധികവും സംസാരിക്കാറ്. എന്നിട്ട് ആ മിനിയും ചേട്ടനും അവരും രാജൻ്റെ വീട്ടുകാരെ പറ്റി ആലോചിക്കുകയാണോ? രാജൻ ഇവിടെ സദാ വന്നിരിക്കുന്നതിൽ തന്നെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കാത്ത് അച്ഛൻ പാവം കുറേ നേരം ഇരുന്നു. അവസാനം പറഞ്ഞു, എന്നാൽ അതങ്ങോട്ട് ഉറക്കുകയല്ലേ? രാജനോട് പറഞ്ഞോട്ടെ. ചേട്ടൻ മൂളി. അങ്ങനെ അത് തീർച്ചയായി. രതിയോടും പറഞ്ഞു. എന്നിട്ടുമില്ല മറ്റുള്ളവർക്ക് ഒരു ഉത്സാഹത്തിൻ്റെ ഛായ പോലും. ചേട്ടൻ പഴയപടി മുറിക്കകത്ത് തന്നെ. കസേര ഉരുട്ടി പുറത്തേക്ക് വരിക കൂടിയില്ല. മിനിക്കുമില്ല വലിയ മിണ്ടാട്ടമൊന്നും. ഇതങ്ങ് നടന്നു കഴിഞ്ഞാലും പണ്ടത്തെ പാട്ടും ചിരിയുമൊന്നും തിരിച്ചു വരില്ലേ? അന്നത്തേതിൽ പിന്നെ വിമല ഇങ്ങോട്ട് കടന്നിട്ടില്ല. അങ്ങോട്ടുമില്ല ഒരന്വേഷണവും. വിമലയുടെ പേരെ അതിനകത്ത് പറയാറില്ല. ആശുപത്രിയിൽ വെച്ച് രാജൻ പറഞ്ഞത് ദേവു ഏതാണ്ടൊക്കെ മിനിയെയും കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മിനിയും കുറേയൊക്കെ ഊഹിച്ചിട്ടുണ്ട്. അച്ഛന് വല്ലതറിയാമോ എന്തോ. ഏതായാലും അച്ഛൻ്റെ പണ്ടും ഒന്നും അന്വേഷിക്കുകയും പറയുകയും ചെയ്യാറില്ല. കൂടെയുള്ള ചുമ വല്ലാതെ ഉപദ്രവിച്ചു. നെഞ്ചുവേദന ആയിത്തീരുമ്പോൾ ദേവ് മാത്രം മനസ്സിൽ വിചാരിച്ചു, വിമലുണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ആരെയും അറിയിക്കാതെയും പരിഭ്രമിപ്പിക്കാതെയും എന്താണ് ഈ ക്ഷീണത്തിന് കാരണം എന്നറിയാമായിരുന്നു. കോണി കയറാൻ കൂടി വയ്യാതായിരിക്കുകയാണ്. എന്തൊരു കിതപ്പ്. ഇത്രയും അസുഖമുണ്ടെന്ന് മിനി പോലും അറിഞ്ഞില്ല. മറ്റാർക്കുമില്ലാത്ത ഉത്സാഹം മുഴുവൻ തന്നെത്താൻ കാണിച്ചുകൊണ്ട് ക്ഷീണം മറിച്ച് അവൾ ഓടി നടന്നു. ആരെങ്കിലും ഒരാൾ വേണ്ടേ? മൂത്തത് 2 ഇരിക്കുമ്പോൾ അനിയത്തിയുടെ നടത്തുന്നതെങ്ങനെ എന്ന് വിഷമം അച്ഛന്. അതൊന്നും നോക്കിയാൽ കാര്യം നടക്കില്ലെന്ന് അച്ഛനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ദേവു പറഞ്ഞു തോറ്റു. അവസാന വൃശ്ചികത്തിൽ നടത്താമെന്ന് നിശ്ചയിച്ചു. ഇത്രയുമായി. ഇനി രാജൻ വീട്ടിൽ വന്നു. സമ്മതിച്ചു, നിശ്ചയിച്ചു എന്നല്ലാതെ രാജൻ്റെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് വിളിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ഉണ്ടായില്ല. അമ്മാവൻ്റെ മകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് അവർ രാജനെ. പോയ പ്രതാപം അയവിറക്കി കഴിയുന്ന കുടുംബത്തിലെ കുട്ടിയെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ? വൃശ്ചിക മാസം അടുത്തടുത്ത് വരുംതോറും ദേവുവിന് വിചാരമായി, അച്ഛനൊന്ന് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ. ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ സമ്മതിക്കാതിരിക്കുമോ? പണം വേണമെന്നാണെങ്കിൽ എന്തെങ്കിലും തീരെഴുതി ഉണ്ടാക്കി അതും കൊടുക്കാം. നിർബന്ധമാണെങ്കിൽ കൂടാതെ കഴിയുമോ? രാജൻ ചെയ്യുമായിരിക്കും. എന്നാലും വീട്ടുകാർ സമ്മതിക്കാതെ. അച്ഛൻ ഒന്ന് പോയി പറഞ്ഞു നോക്കിയിരുന്നെങ്കിൽ. അച്ഛൻ്റെ അടുത്ത് ചെന്ന് പോകാൻ പറയുന്നത് എങ്ങനെ? ചേട്ടനോട് അവളൊന്ന് പതുക്കെ സൂചിപ്പിച്ച് നോക്കി. ചേട്ടൻ പറഞ്ഞെങ്കിൽ അച്ഛനോട്. ഫലമുണ്ടായില്ല. പഴയതുപോലെ താല്പര്യമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ചേട്ടൻ ഇതുവരെ. മിനിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കാലു പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അഭിപ്രായം. തറവാട്ടു മഹിമ. ഇതിൻ്റെയെല്ലാം ഇടയിൽ രതി മാത്രം ഒന്നും അറിയാതെ സന്തോഷം പുറത്തു കാട്ടാതിരിക്കാൻ പണിപ്പെട്ടു നടന്നു. കൊച്ചമ്മൂമ്മയുടെ വീട്ടിൽ ഒരു ചോറൂണിന് വിളിച്ചു. വേറെ ആർക്കും പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് കാറ് വിളിച്ച് ദേവു വെളുപ്പിനെ പോയി. 5 മണി ആവാറായി തിരിച്ചെത്തിയപ്പോൾ. എങ്ങും ഒരനക്കവുമില്ല വീട്ടിൽ. എല്ലാവരും എവിടെ പോയിരിക്കുന്നു?
ചേട്ടൻ്റെ വാതിൽ എപ്പോഴും അടച്ചാണ് ഈയിടെ. ചായ കൂട്ടിയിട്ട് പോലുമില്ല ആരും. വെള്ളം പൊടിയിട്ടത് ആറിയിരിക്കുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് ചെന്ന് കിടക്കണമെന്നാണ് തോന്നിയതെങ്കിലും വകവയ്ക്കാതെ അവൾ ചെന്ന് ചായ കൂട്ടി. അച്ഛന് ഒരു കപ്പ് കൊണ്ടുകൊടുത്തു. പൂമുഖത്ത് ചാരുകസേരയിൽ കിടക്കുകയാണ്. ചോറൂണിൻ്റെ വിവരം പോലും ചോദിച്ചില്ല. ചേട്ടനും മൗനമായി വാങ്ങി കുടിച്ചു. രതി മുകളിൽ എന്തു ചെയ്യുന്നു? രാജനെ കാണാത്തതെന്ത്? കോളേജില്ലാത്ത ദിവസമാണല്ലോ. ചായയും കൊണ്ട് മുകളിൽ കയറാൻ വയ്യ. അവൾ ചുവട്ടിൽ നിന്ന് വിളിച്ചു രതിയെ. 2-3 വിളിച്ചപ്പോൾ വാതിൽ തുറന്ന് കോണിയുടെ അടുത്തേക്ക് വന്നു. മുഖം കണ്ട് ദേവു പേടിച്ചു പോയി. അത്രയ്ക്ക് വിളർത്തിരിക്കുന്നു. തലചുറ്റി വീഴാൻ പോവുകയാണോ? സൂക്കേട് രണ്ടാമത് തുടങ്ങുകയാണോ ദൈവമേ? അവൾ കോണിപ്പടിയിൽ ചാടിക്കയറി. രതി താങ്ങി കോണിവക്കത്ത് നിന്ന് പിടിച്ചു മാറ്റി. ഇവിടെ നിന്ന് വീണാലും ഇത്രയല്ലേ ഉള്ളൂ എന്നുണ്ട്. എന്തു പറ്റി രതി? ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ തല ചുറ്റുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കണ്ടിട്ട് ഞാൻ ചായ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഇരുന്നോളൂ. മിനി എവിടെ? സാരമില്ല, താഴത്തേക്ക് പോകാം. വല്യച്ചി മുറിയിൽ കാണും. അവൾ രതിയെ കസേരയിലിരുത്തി മിനിയുടെ വാതിൽക്കൽ ചെന്ന് വിളിച്ചു. അകത്തു നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. വിളിച്ചപ്പോൾ ചായ വേണ്ട എന്ന് മാത്രം പറഞ്ഞു. എന്താണ് പറ്റിയത്? രതിക്ക് അറിയാവുന്ന കാര്യമാണ്. അവളോട് ചോദിക്കാമോ? രാജൻ വന്നില്ലേ രതി? മണി 5 കഴിഞ്ഞല്ലോ. ഇല്ല. താമസിക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ എന്തു പറ്റിയോ? ഏതായാലും ചായ കുടിക്കാം. മിനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. രാജൻ ചേട്ടന് ഞാൻ വരണ്ടെന്ന് എഴുതി അയച്ചു. ഇരുന്ന ഇടത്ത് നിന്ന് എഴുന്നേൽക്കാതെ പെട്ടെന്ന് രതി പറഞ്ഞു. എഴുത്തെഴുതി രാമനായരുടെ കയ്യിൽ കൊടുത്തയച്ചു. രാജൻ ചേട്ടൻ്റെ വീട്ടിലേക്ക്. കാലത്തെ അയച്ചതാണ്. കിട്ടിക്കാണാതിരിക്കില്ല. എന്തിനാണ് വരണ്ടെന്ന് എഴുതി അയച്ചത്? രാജൻ ചേട്ടൻ്റെ അമ്മയും കുഞ്ഞമ്മയും വേറെ ആരോ ആകെ കൂടി നമ്മളെ ചീത്ത പറയുന്നത് വിനിച്ചേച്ചി കേട്ടു അത്രേ. എന്താ? മുഴുവൻ പറയൂ. നമ്മൾ 3 യക്ഷികളും കൂടി രാജൻ ചേട്ടനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണത്രേ. അമ്മ പണ്ട് ചെയ്യാൻ നോക്കിയത് മക്കൾ. ഇതൊക്കെ എപ്പോൾ പറഞ്ഞു? എങ്ങനെ നീ അറിഞ്ഞു? ഇതെന്തൊക്കെയാണ് പറയുന്നത്? അവൾ വേറൊരു കസേരയിലിരുന്നു. അച്ഛൻ്റെ കൂടെ മിനി ചേച്ചിയും കാലത്ത് അമ്പലത്തിൽ പോയി. അവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ചേച്ചിയെ കണ്ടുകൊണ്ട് ചീത്ത പറയാൻ തുടങ്ങി. അച്ഛൻ കേൾക്കരെ അമ്മയുടെ തഴക്കം കാട്ടുകയാണത്രേ. എന്നിട്ട് നീ എന്തെഴുതി അയച്ചു? വല്യച്ചി പറഞ്ഞു തന്ന വാചകം ഞാൻ എഴുതി. ആര് പറഞ്ഞു എന്നല്ല, എന്താണ് എഴുതിയത്? മുഴുവൻ ഓർമ്മയില്ല. ഇനി ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ആർക്കും മരുന്ന് തന്ന് മയക്കി എടുത്തിട്ടൊന്നും വേണ്ട എന്ന് എഴുതി. രതി, അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. ചേട്ടനെ കാണിച്ചു എഴുതിയത്? ഇല്ല, ചേട്ടൻ കുളത്തിലായിരുന്നു. കുളിക്കാൻ പോയി തിരിച്ചു വന്നിരുന്നില്ല. അച്ഛനെ വായിച്ചു കേൾപ്പിച്ചോ? ഇല്ല. അച്ഛൻ അറിഞ്ഞില്ല, ചേട്ടനും അറിഞ്ഞില്ല. താൻ അവിടെ ചോറൂണ് സദ്യ ഉണ്ണുമ്പോൾ ചേട്ടന് എടുക്കാവുന്ന ഏക വ്യായാമം നീന്തലാണ്. 1-2 മണിക്കൂർ വേണം കുളിക്കാൻ. ആ സമയത്ത് അമ്മയുടെ തഴക്കം. ഈ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ആ പഴയ സ്വഭാവം. കുടിച്ചു മൂടിക്കഴിഞ്ഞ പ്രേമകഥ. ആഭിജാത്യ കലവറയായിരുന്ന തറവാട്ടിലെ പെൺകുട്ടി അമ്മ ജാതിയിൽ താഴ്ന്ന യുവാവിനെ സ്നേഹിച്ചു. കാരണവന്മാരുടെ പ്രതാപകാലം. ദൂരെ വടക്ക് എങ്ങോ നിന്ന് ഒരാൾ നാട്ടിൽ ഉദ്യോഗമായി വന്നു. ചെറുപ്പം, തനിയേ ഉള്ളൂ. ഒരു പരിചയവുമില്ലാത്ത സ്ഥലം. നെടും പുളിക്കൽക്കാരല്ലേ നാട്ടിൽ പ്രമാണികൾ. പുതിയ ആളെ സഹായിക്കാനും അവരല്ലേ മുൻപോട്ട് വരേണ്ടത്. അയാൾക്ക് അവിടുത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പടിപ്പുരയിൽ താമസിക്കാൻ സൗകര്യം കൊടുത്തു. ഒടുക്കം അയാളെ വല്യമാവൻ അടിക്കുക കൂടി ഉണ്ടായത്രേ. മരുമകളുമായി ലോഹ്യത്തിലാണെന്നറിഞ്ഞ്. നായന്മാരിൽ തന്നെ സ്വല്പം താഴ്ന്ന ജാതിയായിരുന്നു അത്രേ അയാൾ. രാജൻ ചേട്ടൻ്റെ വല്യമ്മയെയാണ് അയാൾ ചെന്ന് കല്യാണം കഴിച്ചത്. ജഡ്ജിയായാണ് അയാൾ പെൻഷൻ പറ്റിയത്. നടന്നതുപോലെ ആയിരിക്കില്ലല്ലോ രാജൻ്റെ വീട്ടിൽ സംഭവം കാണുന്നത്. അമ്മ മയക്കിയെടുക്കാൻ പറ്റാതെ അയാൾ മരിച്ചു. അമ്മയും മരിച്ചു. എന്നിട്ട് അന്ന് വല്യമാമൻ തറവാട് മാത്രം നോക്കി മരുമകൾക്ക് സംബന്ധത്തിന് ആളെ കൊണ്ടുവന്നു. അച്ഛനെ മാലയിടേണ്ട ആ ദിവസം അമ്മ മുഹൂർത്തമായപ്പോൾ കിഴക്കേ പറമ്പിലെ ഇലഞ്ഞി ചൂട്ടിൽ ചെന്ന് കിടന്ന് കരഞ്ഞു അത്രേ. അമ്മൂമ്മ ചൂലം കൊണ്ടു ചെന്ന് അടിച്ചടിച്ചാണത്രേ എഴുന്നേൽപ്പിച്ച് പന്തലിലേക്ക് കൊണ്ടുപോയത്. അമ്മയുടെ കണ്ണുനീരിൻ്റെ മക്കൾ. ആ അമ്മയെ ഇപ്പോൾ ദൈവമേ, എന്തൊരു ശിക്ഷ! അന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ അമ്മാമൻ അടിച്ചൊളിച്ചതിന് പകരം ഇന്ന് രതി എന്തൊക്കെയാണ് അവളെ കൊണ്ട് എഴുതിച്ചത്? ഒന്നും മിണ്ടാതെ കൊച്ചുകുട്ടിയെപ്പോലെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് അവൾ കസേരയിൽ. അമ്മയില്ലാത്ത പാവം കുട്ടി. വാ തങ്കം, താഴത്തേക്ക് പോകാം. ദേവു എഴുന്നേറ്റു. അവളെയും പിടിച്ചുകൊണ്ട് താഴത്തേക്ക് പോന്നു. പിറ്റേ ദിവസം എടുത്തിട്ട് രാത്രി വാക്കിയത് എങ്ങനെ എന്നറിഞ്ഞുകൂടാ. ആരും ആരോടൊന്നും പറഞ്ഞില്ല. ആർക്കും ഒന്നും പറയാനില്ല. രാജൻ വരുമോ എന്ന് കാത്തു നോക്കിയിരുന്ന് കണ്ണു കഴിച്ചു. ഒരു നിമിഷത്തിലെ വൈരാഗ്യത്തിൽ ഒരായുസ്സിലെ സുഖം മുഴുവൻ നശിപ്പിച്ചെന്നോ? ആരോട് ചോദിക്കാതെ രാജന് എഴുത്തെഴുതി അയച്ചാലോ?
താൻ വിളിച്ചാൽ രാജൻ വരുമോ? വന്നില്ലെങ്കിൽ ചെറിയ അഭിമാനങ്ങൾ നോക്കാനുള്ള സമയമാണോ ഇത്? രതി എഴുതിയതിന് പിന്നെ ഇനി എന്തൊക്കെയാണ് അവൾ എഴുതിയതെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ശരിക്കും ഓർമ്മയില്ല എന്നല്ലേ പറയുന്നത്. മിനിയോട് ചോദിച്ചാൽ ചോദിക്കുന്നത് എങ്ങനെ? രതിയോട് പറഞ്ഞതിലും വളരെ കൂടുതൽ ആ അമ്പലത്തിൽ വെച്ച് കേട്ടിട്ടുണ്ടോ? 2 ദിവസമായി എന്തെങ്കിലും മിണ്ടിയിട്ട്. എന്തൊരു മൗനം! മുറിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്നത് തന്നെ ഇല്ല. ചോദിക്കാൻ ധൈര്യപ്പെട്ട് ചോദിച്ചാലും ഉത്തരമൊന്നും കിട്ടുകയുണ്ടാവില്ല. അച്ഛൻ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കുന്നതുമില്ല. രതിയും മിനിയും മുകളിൽ, ചേട്ടൻ വടക്കേകത്ത്. അവൾ മാത്രം ഓരോ മുറിയിൽ കയറിയിറങ്ങി. സമയത്തിന് കഴിക്കാൻ വല്ലതും കൊണ്ടു കൊടുക്കുകയെങ്കിലും ചെയ്യണ്ടേ? കോണി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓരോ പടി കഴിഞ്ഞാലും ഇരിക്കണമെന്ന് തോന്നും. കൂട്ടാക്കാതെ അവൾ പിന്നെയും നടന്നു. പിറ്റേന്ന് വൈകുന്നേരം അനിച്ചേട്ടൻ വന്നു. ഒന്നും മിണ്ടാതെ ദേവുവിൻ്റെ അടുത്ത് വന്നിരുന്നു. വേറെ ആരുമില്ല തളത്തിൽ. അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അവളും ഒന്നും മിണ്ടിയില്ല. എനിക്ക് വയ്യ അനിച്ചേട്ടാ. ഇതെല്ലാം കൂടി കണ്ടും സഹിച്ചും എനിക്ക് വയ്യാണ്ടായി എന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. വാക്കുകൾ വന്നില്ല. അവസാനം അനിച്ചേട്ടൻ ചോദിച്ചു, രതി എവിടെ? മുകളിലുണ്ട്. എന്താണ് അനിച്ചേട്ടാ? രാജൻ്റെ കല്യാണമാണ്. എന്ത്? അവൾ ഉറക്കെ നിലവിളിച്ചു പോയി. ഇപ്പോൾ കഴിഞ്ഞിരിക്കും. കാലത്തായിരുന്നു മുഹൂർത്തം. ഭഗവാനെ! ആരെയാണ് അനിച്ചേട്ടാ? അയാളുടെ അമ്മാവൻ്റെ മകൾ. നളിനിയോ? അതെ, ഗോപാലമേനൻ്റെ മകൾ. ഞാൻ അറിഞ്ഞതാണ്. അവളൊന്നും പറഞ്ഞില്ല കുറേ നേരത്തേക്ക്. അവരുടെ വീട്ടിൽ വെച്ചായിരുന്നോ? അവസാനം അവൾ ചോദിച്ചു. അല്ല, ഗുരുവായൂർ വെച്ചാണ്. ഇന്നലെ കാലത്തെ എല്ലാവരും പോയി. 2 കാറേ ഉള്ളൂ, അവരുടെ വീട്ടുകാർ മാത്രം. എപ്പോൾ നിശ്ചയിച്ചു ഈ കല്യാണം? പെട്ടെന്നാണത്രേ. രാജിൻ്റെ അമ്മായിയുടെ ഉടപ്പിറന്നാൻ ഒരുത്തനെ ഞാൻ അറിയും. അയാളാണ് പറഞ്ഞത്. ഇന്നലെ കാലത്താണത്രേ തീർച്ചയാക്കിയത്. അടുത്ത മാസം കൊള്ളില്ല. 2 കൂട്ടർക്കും വേഗം കഴിയണമെന്നുണ്ട്. ആരെയും ഒന്നും അറിയിക്കാൻ സമയം കിട്ടിയില്ല അത്രേ. വധു ആരാണ് ചേട്ടാ? പിന്നിൽ നിന്നൊരു ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രതി നടുവിലത്തെ തൂണിൽ കൈചാരി അവിടെ നിൽക്കുകയാണ്. അനിച്ചേട്ടൻ എഴുന്നേറ്റു. ദേവുവും. രതി എന്തിനാണ് എഴുന്നേറ്റ് വന്നത്? കിടക്കുകയായിരുന്നില്ലേ? അല്ല, സാരമില്ല, പറയൂ അനിച്ചേട്ടാ. മിനി എവിടെ? ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് അനിച്ചേട്ടൻ. ദേ, ആ കോണിയുടെ അവിടെ നിൽക്കുന്നു. എല്ലാവരും തികഞ്ഞിട്ടുണ്ട്. ആരുടെയും കുറവില്ല. മിനി കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി പതുക്കെ അടുത്ത് വന്നു നിന്നു. അനിച്ചേട്ടാ, ചോദിച്ചത് പറഞ്ഞില്ലല്ലോ. ആരാണ് സൗഭാഗ്യവതി? രതിക്ക് പിന്നെയും അത് തന്നെയാണ് അറിയേണ്ടത്. അനി പെട്ടെന്ന് ദേവുവിൻ്റെ നേരെ നോക്കി. എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാനായിരിക്കും. ദേവു തല കുനിച്ചു. താന്നിക്കരെ ഗോപാലമേനൻ്റെ മകൾ. അനി ഒച്ച താഴ്ത്തി പറഞ്ഞു. നളിനിയോ? രാജൻ ചേട്ടൻ്റെ അമ്മാവൻ്റെ മകളല്ലേ? അതെ. മതിയായില്ലേ? രതി പെട്ടെന്ന് മിനിയുടെ നേരെ തിരിഞ്ഞു. അവനവന് കിട്ടിയില്ലെങ്കിലും എനിക്കും ഇല്ലെന്നാക്കിയല്ലോ. സമാധാനമായില്ലേ? മിനി വീഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രതി നിർത്തുന്നില്ല. അമ്മയുടെ പേരിന് കളങ്കം വരുത്തിപ്പോരും. എന്തൊരു ദേഷ്യം, എന്തൊരു ആവേശം! ഇപ്പോൾ എഴുതണം എഴുത്ത്. അത് കണ്ടാൽ പിന്നെ ആ മനുഷ്യൻ ഇങ്ങോട്ട് കടക്കരുത്. അതുമാതിരിയുള്ള എഴുത്ത്. ദേവ് വന്ന് ചോദിച്ചിട്ട് പോരാ. ചേട്ടൻ കുളിച്ച് വന്നിട്ട് അയാൾ പോരാ. ഉടനെ എഴുതണം അമ്മയുടെ പേര്. ഇപ്പോൾ ശരിയായില്ലേ? എല്ലാം വിചാരിച്ചതുപോലെ ആയില്ലേ? തൃപ്തിയായല്ലോ? എടി, മിനി വിളിച്ചു. പരമാർത്ഥം പറഞ്ഞാൽ ചൊടിക്കുമോ? ഇതിനു വേണ്ടിയല്ലേ എന്നെക്കൊണ്ട് ആ എഴുത്ത് എഴുതിച്ചത്? എന്നോട് പിണക്കിയാൽ പിന്നെ എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് കരുതി. അതോ തനിക്കില്ലെങ്കിൽ അനിയത്തിക്കും ഇല്ലാതാവട്ടെ എന്ന് വിചാരിച്ചോ? അമ്മോ! രതി! ദേവു അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കൊച്ചേച്ചി! അവൾ ദേവുവിൻ്റെ കൈകളിലേക്ക് വീണു. എൻ്റെ രാജൻ ചേട്ടൻ! കരച്ചിൽ പൊട്ടി. അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. എൻ്റെ രാജൻ ചേട്ടൻ! സാരമില്ല തങ്കം, കരയല്ലേ, സാരമില്ല. അവൾ അനിയത്തിയെ ചേർത്തണച്ചുകൊണ്ട് പറഞ്ഞു. കടലാസ് പോലെ വെളുത്ത മുഖവുമായി മിനി ഒന്നും മിണ്ടാതെ നിന്നു. വിമല ധൃതിപ്പെട്ട് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും വണ്ടി വന്നു കഴിഞ്ഞിരുന്നു. അത്യാവശ്യമായി വീട്ടിലേക്ക് ചെല്ലണമെന്ന് എഴുത്തു വന്നിട്ട് പുറപ്പെട്ടതാണ്. വൈകുന്നേരത്തെ വണ്ടിക്ക് തിരിക്കാൻ തരപ്പെട്ടുള്ളൂ. ഒരുവിധം ടിക്കറ്റും മേടിച്ച് ഒരു സെക്കൻഡ് ക്ലാസ് മുറിയിൽ കയറിക്കൂടി ഇരിക്കുന്നതിന് മുമ്പ് വണ്ടി വിട്ടു. സ്വസ്ഥമായിരുന്നു. ചുറ്റും നോക്കിയപ്പോഴാണ് വേറൊരാൾ മാത്രമേ ഉള്ളൂ മുറിയിൽ. സീറ്റിൻ്റെ കോണിൽ ചാരിക്കിടന്ന് പത്രം വായിക്കുകയാണ്. കടലാസ് നിവർത്തി പിടിച്ചിട്ടുള്ളതുകൊണ്ട് മുഖം കണ്ടുകൂടാ. ഇതൊരു ബോറായി. തിരക്കിനിടയിൽ വേഗം കിട്ടുമല്ലോ എന്ന് വെച്ചാണ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് മേടിച്ചത്. ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഒറ്റയ്ക്ക് 3 മണിക്കൂർ ഇരിക്കണമെന്ന് വെച്ചാൽ ആ കടലാസിന് പിന്നിൽ അയാൾ സുന്ദരനാണോ, വിരൂപനാണോ, ചെറുപ്പക്കാരനാണോ, വയസ്സനോ? വയസ്സനാവാൻ തരമില്ല ദേഹം കണ്ടിട്ട്. രതിക്ക് ഒരു വിനോദമായിരുന്നു വഴിയിൽ ആരെയെങ്കിലും കണ്ടാൽ അവരെപ്പറ്റി ഓരോന്നും ഊഹിച്ചുണ്ടാക്കി പറയുക. അവളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തൊരു രസമായിരുന്നു. 1-2 തവണയേ ഉണ്ടായിട്ടുള്ളൂ അത്. ചോറ്റുപാത്രവും തൂക്കി ബസ് കാത്തു നിൽക്കുന്ന ഒരു പാവം സ്വാമിയെ കണ്ടിട്ട്
150 രൂപ ശമ്പളം, അലവൻസ് ഉൾപ്പെടെ. 5 കുട്ടികൾ, 4 പെണ്ണ്. മൂത്തത് 5th തോറ്റ് പഠിത്തം നിർത്തി ഇരിക്കുന്നു. വൈകുന്നേരമായാൽ തലമുടി ഇറുക്കി പിഞ്ഞി കൈതപ്പൂ ചെരിച്ചു വെച്ച് കെട്ടി അടിവരെ തിരികെ നിർത്തി പഠിക്കൽ വന്നു നിൽക്കുന്നത് മാത്രമാണ് തൊഴിൽ ഇപ്പോൾ അതിന്. ഇളയകുട്ടി ആണാണ്, വെളുത്തു സുന്ദരൻ. ഭാര്യയ്ക്ക് എപ്പോഴും ആസ്മ. അങ്ങനെ പോകും. ഒരിക്കൽ ടൗൺ ബസ്സിൽ പോകുമ്പോൾ അവൾ എത്ര ലഹള കൂട്ടിയിട്ടാണ് മിനിയെ ഒന്ന് സമ്മതിച്ചത് വിമല ചേച്ചിയുടെ കൂടെ ബസ്സിൽ പോയിക്കൊള്ളാൻ. ബസ്സിൽ കയറുന്നത് അവളുടെ അന്തസ്സിന് കുറവല്ലേ. ഒരു തടിച്ച സ്ത്രീയും ചടച്ച മനുഷ്യനും കൂടെ വന്നു കയറി. ഉടനെ തുടങ്ങി രതി. അവരുദ്യോഗസ്ഥയാണ്, സംശയമില്ല. പക്ഷേ ഡോക്ടറല്ല, ഓഫീസ് ക്ലർക്കുമല്ല. ഇതൊക്കെ മുഖത്ത് നോക്കിയാൽ അറിയാമത്രേ. ഞാനൊഴികെ ബാക്കി എല്ലാവരും വിഡ്ഢികളും നിസ്സാരന്മാരുമാണ് എന്നൊരു ഭാവമായിരിക്കും അത്രേ പെണ്ണു ഡോക്ടറുടെ മുഖത്ത്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരി, എൻ്റെ വാക്കിലും നോക്കിലും ഇരിപ്പിലും ഇംപ്രോപ്പർ ആയിട്ടൊന്നും കാണില്ല എന്നാണ് ടീച്ചറിൻ്റെ ഭാവം. എങ്ങനെയെങ്കിലും ഞാനും കഴിഞ്ഞു കൂടിക്കൊള്ളട്ടെ എന്ന മട്ടാണ് വിവാഹിതയായ ക്ലാർക്കിന്. അന്നത്തെ ആ തടിച്ച സ്ത്രീ ശരിക്കും ഇതൊന്നുമല്ലായിരുന്നു. അതാണ് അതിലെ രസം. ഒരു സോഷ്യൽ സർവീസ് ഓർഗനൈസറോ മറ്റോ ആയിരുന്നു അവർ. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കാനിടയായി. പാവം രതി. അനി പറഞ്ഞാണ് സംഗതിയൊക്കെ അറിഞ്ഞത്. അയാളെ വല്ലപ്പോഴും ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണും. എന്താണ് ആ വിവാഹം തെറ്റിപ്പോവാൻ കാരണം? ഇത് നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജൻ ഓടിപ്പോയി വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചത്. എനിക്കറിയാമായിരിക്കും, പറയാത്തതായിരിക്കും. അവരൊക്കെ വെച്ചിരിക്കുന്നത് പോലെ അത്ര വിഡ്ഢിയൊന്നുമല്ല അയാൾ. പാവം രതി. വിമല എതിർവശത്തെ മൂലയിലേക്കൊന്ന് കണ്ണോടിച്ചു. വായന നിർത്തി. ഉറക്കമായോ? കടലാസ് കയ്യിൽ നിന്ന് മുഖത്ത് വീണ് കിടക്കുന്നു. അവൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തൊരു ബോർ. വിമലയോ? പരിചയമുള്ള ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. രാജൻ. ഞാൻ കടലാസ് വായിച്ച് ഇരുന്നിട്ട് വിമല വരുന്നത് കണ്ടില്ല. വീട്ടിലേക്ക് പോവുകയാണോ? അതെ. രാജൻ. അപ്പോൾ കടലാസിന് പിന്നിലെ മുഖം സുന്ദരൻ തന്നെയായിരുന്നു. അവൾ അതോർത്ത് ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. എങ്കിലും അല്ല, ആരാണ് ഇവിടെ എങ്ങനെ കടലാസ് വായിക്കുന്നത് എന്നതിനെപ്പറ്റി കുറേ ഗസ് ചെയ്ത് നോക്കി. ആ സമയത്തൊക്കെ അത് രാജനായിരുന്നല്ലോ എന്നോർത്ത് ചിരിച്ചതാണ്. രാജനും ചിരിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ആർക്കും വിശേഷമൊന്നുമില്ലല്ലോ. ഏയ്, എന്തോ പറമ്പിൻ്റെ ഇടപാടാണ്, ഞാനും ഒപ്പിടണം. ഓ, പണക്കാരി. വസ്തു പിടിക്കുകയാണ്. വസ്തു പിടിക്കുന്നു, കാശുണ്ടായിട്ട് വേണ്ടേ? വിൽക്കുകയാണിത്. അവൾ ചിരിച്ചു. ഇപ്പോൾ എങ്ങോട്ട്? വടക്കോട്ടാണോ? വിമലയുടെ നാട്ടിലേക്ക് തന്നെ. നിങ്ങളുടെ അടുത്ത് ക്രിസ്ത്യാനികളുടെ ഒരു കോളേജില്ലേ? അവിടെ ഒരു ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട്. അതറിയാൻ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടുത്തെ ജോലി എന്ത് ചെയ്തു? അതൊക്കെ പോയി. കഷ്ടം. കളഞ്ഞോ? കളഞ്ഞു. ഇത് 3ാമത്തേതല്ലേ? ഇങ്ങനെ റോളിംഗ് സ്റ്റോൺ ആയാൽ മോസ് ഗാദർ ചെയ്യാൻ പറ്റില്ല അല്ലേ? ശരിയാണ് എന്നല്ല പറഞ്ഞത്. എങ്കിലും അവനവൻ്റെ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞ് വേറെ വല്ലയിടത്തും അന്വേഷിക്കാൻ പോകാൻ. ഇത് പോയി. ഇനി വേറെ വല്ലതും അന്വേഷിക്കാതെ പറ്റുമോ? ഇത് പോകാൻ കാരണം വല്ലതും? അവൾ പകുതിക്ക് വെച്ച് നിർത്തി. ചോദിച്ചാൽ രസിക്കുമോ? ആ പ്രിൻസിപ്പൽ ഒന്ന് പറഞ്ഞു. അതിന് വിപരീതം ഞാനും പറഞ്ഞു. മനുഷ്യന് സെൽഫ് റെസ്പെക്റ്റ് ജീവിക്കാൻ പറ്റുമോ? അവൾ മിണ്ടാതെ പതുക്കെ ഒന്ന് ചിരിച്ചു. 4-5 കൊല്ലമായി അവിടെയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ക്ഷതം ആത്മാഭിമാനത്തിന് ഇപ്പോൾ. കുറച്ചു നേരത്തേക്ക് 2 പേരൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ആ കോളേജ് കൊള്ളാമോ? അവസാനം രാജൻ ചോദിച്ചു. തരക്കേടില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഒരനിയൻ പഠിക്കുന്നുണ്ട് അവിടെ. ഒരു കസിനുമുണ്ട്. അയാൾ ലെക്ചററാണ്. വിമല പഠിച്ചത് അവിടെയല്ല അല്ലേ? അല്ല, അന്ന് ഈ കോളേജ് തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിലും ഞാൻ സ്കൂളിൽ പഠിച്ചതുപോലും ബോർഡിങ്ങിൽ താമസിച്ചാണ്. അച്ഛനുണ്ടായിരുന്നപ്പോൾ എല്ലാം ഇംഗ്ലീഷ് മട്ടിൽ വേണമെന്നായിരുന്നു. അച്ഛൻ പേർഷ്യയിലായിരുന്നു അല്ലേ? മരിച്ചിട്ടിപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. സൂക്കേടെന്തായിരുന്നു? അവിടെ കിടന്നാണ് മരിച്ചത്. ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹാർട്ട് ഫെയിലർ ആയി. വിമലയാണ് മൂത്ത മകൾ. അതെ. 3 അനിയന്മാരുണ്ട്. എല്ലാത്തിനെയും പഠിപ്പിച്ചു കൊണ്ടുവരണം. കഷ്ടിച്ച് കരപ്പറ്റി എന്ന് പറയാൻ ഒരാൾ മാത്രമായി. അയാൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സ് ഇക്കൊല്ലം കഴിയും. പേർഷ്യൻ പണമില്ലേ? ഒരു വസ്തുവില്ല. അച്ഛനിപ്പോൾ ഇങ്ങനെ വരുമെന്നൊന്നും വിചാരമുണ്ടായിരുന്നില്ല. എല്ലാവരെയും പഠിപ്പിച്ച് നന്നാക്കി വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. കരുതി വയ്ക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. അല്ലെങ്കിലും സമ്പാദിക്കുന്നത് അമ്മമാരല്ലേ സാധാരണ. വിമലയുടെ അമ്മയ്ക്ക് സമ്പാദിക്കുന്ന സ്വഭാവം ഇല്ലേ? എനിക്ക് അമ്മയില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, ചോദിക്കുന്നതിലൊന്നുമില്ല. എനിക്ക് 10-14 വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മ. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളെയൊക്കെ ഓരോരുത്തർ ബോർഡിങ്ങിൽ ആക്കിയത് അച്ഛൻ. പിന്നെ ഇപ്പോൾ വീട്ടിലാരാണുള്ളത്? അമ്മൂമ്മ. അമ്മൂമ്മയാണ് എല്ലാവരെയും വളർത്തിയത്. ഇളയ 2 അനിയന്മാർ വീട്ടിലുണ്ട്. അവരെ വേറെ എങ്ങും നിർത്തി പഠിപ്പിക്കാനുള്ള സൗകര്യമില്ല ഇപ്പോൾ. വണ്ടി നിന്നു. കാപ്പി കൊണ്ടുവരാമെന്നും പറഞ്ഞ് രാജൻ ഇറങ്ങിപ്പോയി. അവൾ വേണ്ടെന്ന് പറഞ്ഞു. കൂട്ടാക്കിയില്ല.
എത്ര കാലം കൂടി കാണുകയാണ് രാജനെ. അന്ന് ആശുപത്രിയിൽ നിന്ന് മിനിയുടെ ചേട്ടനെ കൊണ്ടുപോകാൻ സമയത്ത് പറയാൻ വന്നതാണ്. പിന്നെ കണ്ടിട്ടില്ല. അന്ന് അവൾ അന്വേഷിച്ച് വാർഡിൽ വന്നു. കേസിൻ്റെ കാര്യം അറിയാനാണ് വന്നത്. പോലീസുകാർ ഇടപെടാതിരിക്കാൻ അവൾ വിചാരിച്ചാലല്ലേ പറ്റുമായിരുന്നുള്ളൂ. അവളാണ് ഡോക്ടർ ഭാസ്കറിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയത്. DMOവിനെ വരെ പോയി കണ്ടു. ചേട്ടൻ്റെ പേരിൽ കേസെടുത്ത് ആ പെൺകുട്ടികളെ കോടതി കയറ്റുക കൂടി ചെയ്തിരുന്നെങ്കിൽ. അന്ന് അവരുടെയൊക്കെ കാര്യത്തിൽ എന്ത് താല്പര്യമായിരുന്നു ഈ രാജന്. രതിക്ക് സമാധാനമാകാൻ വേണ്ടി രാജൻ്റെ ഉത്സാഹത്തിലാണ് ചേട്ടനെ അത്ര പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെ. രതിയെ ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കാണിച്ചു, 2-3 കാണിച്ചു, ഒരു വിശേഷവുമില്ല. മുമ്പിൽ മേശപ്പുറത്ത് കൊണ്ടുവന്ന് കിടത്തി തന്നാൽ കീറാനല്ലാതെ വേറെ വല്ലതും നിങ്ങൾക്കറിയുമോ? അത് പറഞ്ഞ് എത്ര ചിരിച്ചു അന്ന്. ട്രേയിൽ കാപ്പിയും പലഹാരവും എടുപ്പിച്ചുകൊണ്ട് രാജൻ വന്നു. അങ്ങെത്തും വരെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. കല്യാണത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവൾക്ക് ചോദിക്കാൻ ധൈര്യം വന്നതുമില്ല. അതുമാത്രമാണ് അറിയണമെന്നുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങോട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് ചോദിക്കുന്നത് മോശമാണ്. ഇറങ്ങാറായപ്പോൾ രാജൻ ചോദിച്ചു, എന്നാണ് മടങ്ങുന്നത്? മറ്റന്നാൾ എക്സ്പ്രസ്സിന്. നാളെ ഒരു ദിവസമേ ലീവുള്ളൂ. അവർ ഇറങ്ങി. അവളെ കാത്ത് അനിയൻ നിൽപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ കണ്ടു രാജനെ. ഇത്തവണ കാണുമ്പോൾ അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നിച്ചു പോകാമെന്നൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും അവൾ 2ാം ക്ലാസ് ടിക്കറ്റ് തന്നെ എടുത്തിരുന്നു. അത് കത്ത്. കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തെ പോലെ സുഖമായിട്ടിരിക്കാൻ പറ്റിയില്ല. വേറൊരു കുടുംബം കൂടെ ഉണ്ടായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനും ഭാര്യയും മകളും. അമ്മയുടെയും മകളുടെയും ശ്രദ്ധ മുഴുവൻ വിമലയിലാണ്. മകൾ കോളേജിൽ ചേരേണ്ട പ്രായം. രാജനും വിമലയും കൂടി കയറി അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തെല്ലാം റൊമാൻറ്റിക് കഥകൾ ആ കുട്ടി നെയ്തുണ്ടാക്കിയോ എന്തോ. അമ്മ മകളെപ്പോലെ തുറച്ചു നോക്കുന്നില്ലെങ്കിലും അവരുടെയും ശ്രദ്ധ അവളിലാണ്. 2 സ്റ്റേഷൻ കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോകുന്നതുവരെ രാജനും വിമലയും നാട്ടുവർത്തമാനം ഓരോന്ന് പറഞ്ഞു കഴിച്ചു. അവർ ഇറങ്ങി. സമാധാനം. ഇനി അടുത്ത സ്റ്റേഷനിൽ വല്ലവരും തള്ളിക്കയറി വന്നാൽ. വണ്ടി ഇളകി. കല്യാണത്തിന് എന്നെ അറിയിച്ചില്ലല്ലോ. അവൾ പെട്ടെന്ന് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ആവുമ്പോൾ അറിയിക്കാം. അന്ന് തീർച്ചയായും വരണം. ഇതെന്ത് കഥ? കല്യാണം കഴിഞ്ഞു എന്നോട് അനി പറഞ്ഞല്ലോ. അനിക്കെതിരെന്ത് കാര്യം? കല്യാണം കഴിച്ചില്ല എന്നാണോ? ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണൻ്റെ നടയിൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി. ആ കാര്യമാണോ പറയുന്നത്? പിന്നല്ലാതെ. ആ കല്യാണത്തിന് നിങ്ങളെ ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല. ഇനി ഒന്നുകൂടി കഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഇതിന് ഒരുപെട്ടതിന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് കുട്ടികളിയാണോ? അല്ല, വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടുന്നതെന്നല്ലേ? ഇത് സ്വർഗത്തിലെ വിവാഹമാണ്. ഇനി ഭൂമിയിൽ വേറൊന്ന് കഴിക്കണം. ഇതെന്തൊരു വർത്തമാനമാണ്? ആ കുട്ടിയെ നശിപ്പിച്ചു കഴിഞ്ഞു. അത് നശിക്കാൻ കച്ചകെട്ടി ഇരിക്കുകയായിരുന്നു. മറ്റൊരു കുട്ടിയെ നശിപ്പിച്ചതോ? ഏതു കുട്ടിയെ? രതിയെ. ഇപ്പോൾ എഴുന്നേറ്റ് അടിക്കുമെന്ന് തോന്നി. അത്രയ്ക്കും ദേഷ്യം മുഖത്ത്. ഒരു സമാധാനവും പറഞ്ഞില്ല. കുറേ നേരത്തേക്ക് അവളും മിണ്ടിയില്ല. പിന്നെ രണ്ടാമത് തുടങ്ങി. ആ രതിയുടെ ജീവിതം നശിപ്പിച്ചില്ല എന്നാണോ പറയുന്നത്? അത് നശിച്ചതിന് ഞാനല്ല ഉത്തരവാദി. ആശ കൊടുത്ത് അവസാനം വാക്കുമാറിയാൽ? എന്തറിഞ്ഞിട്ടാണ് വിമല വർത്തമാനം പറയുന്നത്? നശിച്ചെങ്കിൽ സ്വന്തം കൈക്കൊണ്ടാണ്. അല്ലെങ്കിൽ ആ വിശേഷപ്പെട്ട ചേച്ചിമാരും ചേട്ടനും ഉണ്ടല്ലോ, അവരുടെ കൈകൊണ്ട്. അവളൊന്നും പറയാതിരുന്നു. അമ്മ കരഞ്ഞ് അപേക്ഷിച്ചത് കൂട്ടാക്കാതെ അച്ഛൻ കണ്ണിൽ വെള്ളം നിറച്ച് കെഞ്ചിയത് വകവയ്ക്കാതെ സ്വീകരിക്കാൻ തയ്യാറായ സ്ത്രീ. ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടാൽ ഏത് പുരുഷൻ സഹിക്കും? പുറം കാലുകൊണ്ട് തട്ടിയ എടുത്തത് ഏത് പട്ടി പിന്നെ ചെല്ലും? രതി എന്ത് പറഞ്ഞു എന്നാണ്? പറയുകയല്ല, എഴുതുകയാണ് ചെയ്തത്. പറയാൻ ധൈര്യമുണ്ടോ? ഓ, എന്നാലോ എഴുതിയതെന്താണ്? ആ എഴുത്ത് വലിച്ചു കീറി കളഞ്ഞു. അവളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അതുപോലെ കീറിയേനെ. ഇതേതാണ്ട് വലിയ മിസ്റ്ററി ആക്കുകയാണ്. എന്താണ് എഴുതിയത് ആ കുട്ടി? അവളെ പറയുന്നത് എന്തിന്? അതൊന്നും അവളുടെ വാചകങ്ങളല്ല. അവരാരെങ്കിലും പറഞ്ഞു കൊടുത്ത് കത്ത് എഴുതിച്ചതായിരിക്കും. നന്ദി കെട്ട വർഗം. ആര് പറഞ്ഞു എഴുതിച്ചെന്നാണ്? മൂത്ത ചേച്ചിയുണ്ടല്ലോ, മഞ്ഞുകെട്ട. അവനവന് കിട്ടാത്ത ദേഷ്യം. എന്ത് കിട്ടാഞ്ഞിട്ട്? അവൾ മറുപടിക്ക് കാത്തു. പക്ഷേ വന്നില്ല. പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവൾ ചിരിച്ചു. എന്തൊരഹന്ത! 10 മിനിറ്റ് തികച്ചു കാണുന്ന പെണ്ണുങ്ങൾക്കൊന്നും സ്റ്റാൻഡ് ചെയ്യാനാവില്ല ഈ സണ്ണി ചാംസ് എന്നാണോ? രാജൻ പൊട്ടിച്ചിരിച്ചു. അല്ല, അവർ ഒരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അതെന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല. പോട്ടെ, അവർ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാം. ഉടനെ അവനവൻ പോയി വേറൊരു തെറ്റ് ചെയ്യണോ? എല്ലാവർക്കും തോന്നും വൈരാഗ്യം. പകരം വീട്ടാനുള്ള സർവ്വ കരുക്കളും അടുത്തു തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യനല്ലേ? അയാൾ കുറച്ചു നേരത്തേക്ക് നിർത്തി. എനിക്കുമുണ്ട് അമ്മ. എന്തൊക്കെയോ പറയുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു. ഇനി ഈ കുട്ടിയെങ്കിലും കണ്ണീര് കുടിപ്പിക്കാതെ ജീവിച്ചുകൂടെ? അത് കണ്ണീര് കുടിക്കാൻ ആറ്റുനോറ്റിരുന്നതല്ലേ? അറിഞ്ഞും കൊണ്ട് എന്തിന് കുരുക്കിൽ തലയിട്ടു? പറയുന്നത് കേട്ടോ ദുഷ്ടൻ. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം എന്താണെന്നോ? ഞാൻ പറഞ്ഞു തരാം. വെളുപ്പം കാലത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകും. അവിടെ ഒരു 2 മണിക്കൂർ പ്രോഗ്രാമുണ്ട്.
പിന്നെ എൻ്റെ എൻലാർജ് ചെയ്ത ഒരു ഫോട്ടോ അമ്മയുടെ അടുത്തു നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ പൂജയാണ് അടുത്തത്. നോയമ്പോ വ്രതമോ എന്താണെന്ന് വെച്ചാൽ എല്ലാമുണ്ട്. തിങ്കളാഴ്ച മുഴുപട്ടിണി. ഞാൻ ജനിച്ച നാളോ പക്കമോ എന്തെല്ലാമോ നോക്കി അന്നൊക്കെ പട്ടിണി. ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഒരു കാര്യം കൂടി പറയാം. എൻ്റെ കൈകൊണ്ട് കഴുത്തിൽ ചരട് കെട്ടുന്നതിന് മുമ്പേ ഉള്ളതാണ് ഈ പടം. പൂജയും പഷ്ണിയും ഒക്കെ അതിനുശേഷം തുടങ്ങിയതാണെന്ന് വിചാരിക്കേണ്ട. ഞെക്കി പഴുപ്പിച്ച പഴം മതിയെന്ന് അവൾ തന്നെ പറഞ്ഞതാണ്. ഞെക്കിയിട്ടാണെങ്കിലും പഴുത്താൽ പിന്നെ മധുരിച്ചു കൊള്ളുമെന്ന് അത് വിചാരിച്ചു. അതെൻ്റെ തെറ്റാണോ? ആരുടെ തെറ്റാണെന്ന് തീർച്ചയാക്കുകയല്ല ഇവിടെ വേണ്ടത്. രണ്ടുപേരും കൂടി ചേർന്നാലേ വിവാഹമാകൂ. അത് ആലോചിക്കാത്തത് എന്താ? നെഞ്ചത്ത് കൈവച്ച് പറയാമോ? എന്നാൽ കഴിവത് ഞാൻ നോക്കി അവൾ ഒത്തൊരു ജീവിതം ഉണ്ടാക്കാനെന്ന്. ഓഹോ, എവിടെ വേണമെങ്കിലും കൈവച്ച് പറയാം. എൻ്റെ മുന്നിൽ ഇരിക്കില്ല. മൂത്ത് നോക്കി വർത്തമാനം പറയില്ല. ഞാനൊന്ന് ഒച്ച പൊക്കി വിളിച്ചാൽ വിറച്ച്. കഷ്ടം, പാവം കുട്ടി. എന്നെ സ്നേഹിക്കാനാണ്. എൻ്റെ പടം പോയിട്ട് പൂജിക്കാനല്ല എനിക്ക് ഭാര്യ. ധൈര്യത്തോടെ ചൂടോടെ തൻ്റെ അടുത്തോടെ സ്നേഹിക്കാൻ. ഞാൻ ആളല്ല ഇതിനൊന്നും സമാധാനം പറയാൻ. ആരെക്കൊണ്ടും ആവില്ല പറയാൻ. കുറേ നേരം രണ്ടുപേരും മൗനമായിരുന്നു. കോളേജിലെ ഉദ്യോഗക്കാരിയും എന്തായി? കുറച്ചു കഴിഞ്ഞ് അവൾ ചോദിച്ചു. കിട്ടും. ഇത് എത്ര കാലത്തേക്കാണ്? കണ്ടറിയണം. അയാൾക്കാകപ്പാടെ ഒരു പുള്ളിയുടെ ലക്ഷണമുണ്ട്. ആർക്കാണ്? ആ പ്രിൻസിപ്പലിന്. ഓ, അപ്പോൾ ഇവിടെയും വഴക്ക് കൂടാൻ നിശ്ചയിച്ചാണ് തുടങ്ങുന്നത്. വഴക്കുണ്ടാക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പക്ഷേ അനീതി കണ്ട് മിണ്ടാതിരിക്കാൻ അത്രയ്ക്ക് ഭീരുവല്ല ഞാൻ. അത് വേറെ കാര്യം. ഈ ധൈര്യം കാണിച്ച് കാണിച്ച് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എവിടെ ചെന്ന് എത്തിയാൽ എന്താണ്? വിമലയുടെ അമ്മാവൻ്റെ മകൻ സുകുമാരൻ നാട്ടിലെ ലെക്ചററാണ്. അയാളാണ് എഴുതിയത് രാജൻ അവിടെ കോളേജിൽ സ്വീകരിച്ചു എന്ന്. മുടങ്ങാതെ കൂടെ കൂടെ എഴുതും സുകുമാരൻ. അവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. കുടുംബം വായിക്കുന്നതിന് മുമ്പ് അമ്മാവന്മാരും അമ്മായിമാരും എല്ലാം അമ്മൂമ്മയും ഒന്നിച്ച് തറവാട്ടിൽ താമസമായിരുന്നപ്പോൾ ഇയാളുടെയും ഒക്കെ കൂടെ കാട് കയറി നടന്നിട്ടുള്ളതാണ്. എന്ത് ഭാവം കാണിച്ചിട്ടുണ്ട് അയാളുടെ അടുത്ത്. ബോർഡിങ്ങിൽ താമസിച്ച് മദാമയാവാൻ പഠിക്കുന്നവൾ ഒരു വെറും മലമ്പൂസ് കുട്ടിയെ ഭരിക്കാൻ ചെല്ലാതിരിക്കുമോ? പെട്ടി നിറച്ച പട്ടുടുപ്പുകളും കളിക്കോപ്പുകളും ആയി അവധിക്ക് വീട്ടിലേക്ക് ചെല്ലും. അമ്മൂമ്മ നിലത്ത് വയ്ക്കാതെയാണ് കൊണ്ടു നടക്കുക. അച്ഛൻ്റെ നല്ല കാലമാണ് അന്ന്. പേർഷ്യക്കാരുടെ അടുത്ത് മറ്റു മക്കളുടെ മക്കളെയൊന്നും ഒരു വിലയുമില്ല. അതും അമ്മ അടുത്തില്ലാത്ത കുട്ടികൾ. മൂത്തതിനെ ഇവിടെ വിട്ടു പോവുകയായിരുന്നു അമ്മ പതിവ്. ഓരോരുത്തരെ സ്കൂളിൽ ചേർക്കാറാവുമ്പോഴാണ് വരിക. കൊണ്ടാക്കി കപ്പൽ കയറുകയും ചെയ്യും. നന്ദനെ പ്രസവിച്ചത് മാത്രം നാട്ടിൽ വെച്ചാണ്. അതിൽ അമ്മ മരിക്കുകയും ചെയ്തു. അതോടെ അമ്മൂമ്മയുടെ ലാളന ഇരട്ടിച്ചു. അച്ഛൻ മക്കൾക്ക് സായിപ്പിൻ്റെ പരിഷ്കാരം മാത്രം സമ്പാദ്യമായി തന്നിട്ട് പോകുമെന്ന് അന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? തറവാട് ഭാഗിച്ചു. ചെറിയമ്മമാരും അമ്മമ്മമാരും ഒക്കെ വേറെയായി. അവരുടെയൊക്കെ നല്ല കാലമാണ് ഇപ്പോൾ. വലിയമ്മാവൻ്റെ മകനാണ് സുകുമാരൻ. അയാൾ അന്നും ഇന്നും ഒരുപോലെയാണ്. മുട്ടിറങ്ങാത്ത പട്ട് ഫ്രോക്കിട്ട് കാലിൽ സിൽക്ക് സ്റ്റോക്കിങ്സും ഷൂസുമായി വിശേഷ രീതിയിൽ ബോംബ് ചെയ്ത മുടിയിൽ കടുത്ത നിറമുള്ള റിബൺ കെട്ടി ഉടുപ്പിന് ചേരുന്ന കൊച്ചു കൈലേസ് മടക്കി കയ്യിൽ പിടിച്ച് മദാമ കുട്ടി നിന്ന് കൽപ്പിക്കുന്നത് കേട്ട് മുള്ളിൻ്റെ ഇടയിൽ കൂടി വലിഞ്ഞു കയറി കാട്ടുപൂ പറിക്കുകയും കുട്ടിക്കാരനെ മറിയുകയും ചെയ്തിരുന്ന അതേ വെട്ടി. അവളും അനിയനും കൂടെ അയാളെ എത്ര കുരങ്ങ് കളിപ്പിച്ചിരിക്കുന്നു. പഠിക്കാൻ മിടുക്കനൊന്നുമില്ലായിരുന്നെങ്കിലും അയാളും എങ്ങനെയോ MA ജയിച്ച് കോളേജിൽ ലെക്ചററായി. അവൾ പാസ്സായി വരുമ്പോഴേക്കും അയാൾ ഉദ്യോഗസ്ഥനായി 2 കൊല്ലം കഴിഞ്ഞു. അയാൾ എഴുതിയതാണ് അറിഞ്ഞത് രാജൻ അവിടെ ജോലി സ്വീകരിച്ചു എന്ന്. പിന്നെ അതിലെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ അവൾ അവരുടെ കോളേജിൽ പോയിരുന്നു. സുകുമാരൻ വിളിച്ചിട്ട് കോളേജ് കാണാൻ എന്ന മട്ടിലാണ് പോയത്. ചെന്ന് രാജനെ കണ്ടു. അതാണ് വേണ്ടിയിരുന്നതും. അധികമൊന്നും വർത്തമാനം പറയാൻ പറ്റിയില്ല. പക്ഷെ കണ്ടു. അവളുടെ അനിയൻ ഉണ്ണി അവിടെ പഠിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതും അറിയാറുണ്ട് രാജൻ്റെ വിവരങ്ങൾ. അവൻ്റെ ഹീറോ ആണ് രാജശേഖര മേനോൻ മാസ്റ്റർ. കുട്ടികളുടെ ഇടയിൽ പൊതുവെ വലിയ മതിപ്പാണ്. പക്ഷേ പ്രിൻസിപ്പാളുമായി വഴക്കു തുടങ്ങിക്കഴിഞ്ഞു. 10 തൊട്ട് 4 വരെ അവിടെ തന്നെ ഇരുന്നോളമാണെന്നത്രേ ചട്ടം. രാജൻ കൂട്ടാക്കില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ പോകും. എവിടെയെങ്കിലും അതിനെപ്പറ്റി പരാതി ഉണ്ടായിട്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു അത്രേ പ്രിൻസിപ്പലിനോട്. സുകുമാരൻ്റെ ന്യൂസാണ് ഇതൊക്കെ. 5-6 മാസം കഴിഞ്ഞു. ഒരു ശനിയും ഞായറും അടുപ്പിച്ച് വിമല വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഉച്ചയായപ്പോൾ സുകുമാരൻ കയറി വന്നു. രാജനും അവളും തമ്മിൽ പരിചയമാണെന്ന് അറിഞ്ഞതോടെ രാജൻ്റെ കൃതികളുടെ ഒരു ഭാണ്ഡവുമായിട്ടാണ് എന്നും വരിക. ഇപ്പോൾ കഥ ഉള്ള സമയവുമാണ്. കോളേജിൽ കുറച്ചു കാലമായി സ്ട്രൈക്കും ബഹളവുമാണ്. കുട്ടികൾക്കാർക്കോ ഫൈൻ ഇട്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞ ലഹളയാണ്. സുകുമാരൻ വന്ന് ഇരിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. രാജശേഖരൻ പോയി. എവിടെ പോയി? പിരിച്ചുവിട്ടു. എന്തു പറ്റി? ഞങ്ങളുടെ അവിടെ സ്ട്രൈക്കായിരുന്നു എന്നറിഞ്ഞില്ലേ? ഒരുവിധം തീർന്നു. പിള്ളേരൊക്കെ ക്ലാസ്സിൽ കയറി. അതിന് രാജനെ പിടിച്ചുവിടുന്നത് എന്തിന്? സ്റ്റാഫ് ചിലർ ആ വസ്തു ഉണ്ടായിരുന്നു കൊണ്ടാണ്.
പിള്ളേർക്ക് ഇത്രയ്ക്ക് ഇളകിയത് എന്നൊരു വിചാരം പ്രിൻസിപ്പാലിന്. നേരെ എവിഡൻസ് ഇല്ലാതെ ആരെയും പിടിക്കാനും വയ്യ. എവിഡൻസ് ഇല്ലെങ്കിൽ രാജനെ പിരിച്ചുവിട്ടത് മുഴുവൻ പറയട്ടെ. അച്ഛന്മാർ പറഞ്ഞു എല്ലാ ടീച്ചേഴ്സിനും ഒരു അഷുറൻസ് ഒപ്പിട്ട് കൊടുക്കണം. സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷനിൽ ഒന്നും പങ്കില്ലായിരുന്നു, ഇനിമേലിൽ ഒന്നിലും പങ്കെടുക്കുകയുമില്ല എന്ന്. അതെന്തൊരു നാണക്കേടാണ്. നാണക്കേടായാലും ഇല്ലെങ്കിലും എല്ലാവരും ഒപ്പിട്ടു, ഈവൻ ഡോക്ടർ തോമസ്. ഓ, ഡോക്ടർ തോമസ് അയാളുടെ ദൈവമല്ലേ. അങ്ങോട്ട് ഒപ്പിട്ടാൽ പിന്നെ അവരുടെ ഉദ്യോഗം വേണമെങ്കിൽ അവർ പറയുന്നത് കുറേശ്ശെ കേൾക്കേണ്ടി വരും. ഞാൻ ഒപ്പിട്ടു, ഞങ്ങളൊക്കെ ഒപ്പിട്ടു, രാജൻ മാത്രം ഒപ്പിട്ടില്ല അല്ലേ? അയാൾ പുരുഷനാണ്, ഇത് ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കോളേജിൽ ആണായിട്ട് ഒരാളുണ്ടായിരുന്നു അല്ലേ? എന്തൊരു പുരുഷൻ? എല്ലാവർക്കും ഒപ്പിടാമെങ്കിൽ ഇയാൾക്ക് ഒപ്പിട്ടാൽ എന്ത്? ഒരു ആണത്തക്കാരൻ വന്നിരിക്കുന്നു. കഥകളൊന്നും ആരും അറിയാത്തതുപോലെ. എന്ത് കഥയാണ് എല്ലാവരും അറിഞ്ഞത്? ഒരു സ്ത്രീയോട് കല്യാണം കഴിക്കാമെന്ന് വാക്കും പറഞ്ഞ് ദിവസവും നിശ്ചയിച്ച് വേറൊരുത്തിയെ പോയി രൂപയും മേടിച്ച് കല്യാണം കഴിച്ചവനാണ്. അയാളാണ് പുരുഷൻ, പുരുഷോത്തമൻ. എന്നിട്ട് പണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭാര്യയെ തിരിഞ്ഞു നോക്കുകയുമില്ല. ഇവിടെ ഇത്രയും കാലം ഇരുന്നിട്ട് ഒരു ദിവസം വീട്ടിൽ പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇയാൾ രാജൻ്റെ വലിയ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? ഇയാൾ ഒപ്പിട്ട് രാജൻ ഒപ്പിടാതിരുന്നാൽ പിണങ്ങിയോ? പിണക്കമൊന്നുമില്ല, വിമലയുടെ ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങളുടെ ലോഡ്ജിലാണല്ലോ അയാൾ ഇപ്പോഴും താമസം. അത് നോക്കിക്കൊള്ളണം. വീട്ടിൽ പോവുകയല്ല, ജോലി പോയിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇങ്ങനെയാണോ സുഖു എല്ലാ കൂട്ടുകാരെയും പറ്റി പിന്നാക്കം തിരിഞ്ഞാൽ സംസാരിക്കുക? വാസ്തവം പറഞ്ഞാൽ സ്നേഹിതനല്ലാതാവുമോ? പോട്ടെ, അത് പോട്ടെ. ഒപ്പിടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു? മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്തു. അവർ പിരിച്ചും വിട്ടു. ഇനി ആദ്യമേ ജോലി തപ്പിപ്പിടിക്കണം. ഇവിടെ എങ്ങാൻ ജോലി കിട്ടാൻ വഴിയുണ്ട് സുഖു? അയാൾക്കിനി ഏതെങ്കിലും കോളേജിൽ പണി കിട്ടുമോ? മൂന്നിടത്ത് വഴക്കടിച്ച് പോകുന്നതാണ്. അതറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കൊടുക്കുമോ? കഷ്ടം, എന്തൊരു തലയിലെഴുത്ത്. കുറേ നേരം രണ്ടുപേരും മിണ്ടാതിരുന്നു. വിമല കണ്ടിട്ടുണ്ടോ അയാളുടെ ഭാര്യയെ? ഇല്ല. അയാൾ അവരെപ്പറ്റി ഒരക്ഷരം പറയില്ല. ഭാര്യ ഉണ്ടെന്ന് തന്നെ വേറൊരാൾ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. അവളൊന്നും മിണ്ടിയില്ല. അവിടെ എങ്ങാണ്ട് ഇയാൾക്ക് വേറൊരു സ്ത്രീ ഉണ്ടെന്ന് പറയണതോ? ആദ്യം കല്യാണം കഴിക്കാൻ വെച്ചിരുന്നത്. അതിനറിയുമോ വിമല? അവൾ തലയാട്ടി. ഒന്നൊന്നരക്കല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തായിരുന്നല്ലേ? അവിടെ വെച്ചാണല്ലോ വിമലയ്ക്ക് പരിചയവും. എന്നിട്ട് അയാളുടെ ഭാര്യയെയൊന്നും അറിയില്ലെന്നോ? ഇല്ല, ന്യൂസ് ചുരണ്ടിയെടുക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ലോഡ്ജിൽ ഇനി അധികം താമസിക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചു നേരം മിണ്ടാതിരുന്ന അയാൾ പിന്നെയും തുടങ്ങി. മാനേജ്മെൻറ്റിന് ഒബ്ജക്ഷൻ ഉണ്ടെന്ന് കേട്ടു. നിങ്ങളുടെ വീട്ടിൽ ആരെയൊക്കെ താമസിപ്പിക്കുന്നു എന്നന്വേഷിക്കാൻ അച്ഛന്മാർക്ക് എന്ത് കാര്യം? ഇൻസബോർഡിനേഷൻ, പിരിച്ചുവിട്ട ആള്. പിന്നെ അയാളൊരു ഫയർ ബ്രാൻഡാണെന്നേ. പൊളിറ്റിക്സും രാഷ്ട്രീയവും അത് രണ്ടും ഒന്നല്ലേ? അയാൾ ചിരിച്ചു. നമ്മൾ ജോലിക്കാരെയൊക്കെ പറഞ്ഞില്ലേ, അയാൾക്ക് ആ ചിന്തയൊന്നുമില്ല. ഈ ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഇനി വല്ലതും നോക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതും കൂടിയാണ് ലോഡ്ജ് മാറും എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ MSCയുടെയോ VSPയുടെയോ ഒക്കെ പാർട്ടി ഓഫീസാകാൻ ഞങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളെയൊക്കെ പോലെ 3-4 ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായാൽ പിന്നെ അയാൾ ഭാഗ്യവാൻ തന്നെ. കുറച്ചു നേരം കൂടിയൊക്കെ ഇരുന്ന് അയാൾ എണീറ്റ് പോയി. പിന്നെ കുറേ നാളത്തേക്ക് വിമലയ്ക്ക് വീട്ടിൽ പോകാൻ സാധിച്ചില്ല. പേപ്പറിൽ കണ്ടറിഞ്ഞു രാജൻ്റെ പാർട്ടിക്ക് ഒരൊറ്റ സീറ്റും കിട്ടിയിട്ടില്ല എന്ന്. പാവത്തിന് അത് മറ്റെല്ലാത്തിലും വലിയ അടിയായിരുന്നിരിക്കും. അതിനടുപ്പിച്ച് ഷൊർണൂർ അടുത്ത് ഒരു കമ്പനിയിൽ ജോലി കിട്ടിപ്പോയി എന്ന് സുഖുവിൻ്റെ എഴുത്തു വന്നു. ദേവു പത്തായപ്പുരയുടെ വാതിൽ തുറന്ന് മാറി നിന്നു കൊടുത്തു. 2 നിര പലകകൾ ഊരിയെടുത്ത് ആ പഴുതിൽ കൂടി കുനിഞ്ഞ് ചുരുങ്ങി രാമൻ നായർ അകത്തേക്ക് ഇറങ്ങി. ഉമ്മ കോരുകൊട്ട അകത്തേക്ക് കൊടുത്തു. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? രാമൻ നായർ പിറുപിറുക്കുന്നത് കേട്ടു. അയാൾ നിറച്ചു കൊടുക്കുന്ന കുട്ട ഉമ്മ പുറത്തുനിന്ന് ഏറ്റുവാങ്ങി. ഇതൊരു പുഴുക്കിന് തികയില്ലല്ലോ കൊച്ചമ്മേ. നല്ലളന്ന് മാറ്റിയിട്ട് ഉമ്മ പറഞ്ഞു. രാമൻ നായരെ മുഴുവൻ അടിച്ചുകൂട്ടി എടുത്തുവോ? അവൾ ചോദിച്ചു. പൊടി മാത്രമേ ഉള്ളൂ ഇനി. ഇപ്പോൾ പിന്നെ എന്താ ചെയ്യും? ഉമ്മ തുടങ്ങി. ഉള്ളത് അടുപ്പത്ത് വയ്ക്കൂ, അവൾ പറഞ്ഞു. രാമൻ നായർ അറക്കകത്ത് നിന്നിറങ്ങി പലക തിരിച്ചു വയ്ക്കാൻ തുടങ്ങി. അടയ്ക്കേണ്ട രാമൻ നായരെ, അതിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. രാമൻ നായർ ഇങ്ങോട്ട് പോന്നോളൂ. ആ അവറാൻ മാപ്പിളയുടെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരൂ ഇപ്പോൾ തന്നെ. ഇന്നാൾ പോയതല്ലേ, 4 ദിവസമായില്ലല്ലോ. അന്ന് പൈലിയല്ലേ കണ്ടുള്ളൂ. ഒന്നും കൂടി പോയി നോക്കൂ. കാര്യം നമ്മുടെയല്ലേ. നാളെ വെക്കാൻ അരിയില്ല എന്ന് ചെന്ന് പറയൂ. ആ മാപ്പിളയുടെ ഗർഭാണ്. നെല്ലുണക്കി കളപ്പുരയിലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ചെന്ന് ചോദിക്കുമ്പോൾ ഓരോന്ന് വെറുതെ പറയൂ. കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവർക്ക് തരാൻ കഴിയില്ല, അതാണ്. മുതലാളിന് കൊടുക്കാനുള്ളത് കൊടുക്കാണ്ടിരിക്കാനുള്ള സൂത്രം. രാമൻ നായർ ഒന്ന് ഇപ്പോൾ തന്നെ പോകൂ. ഞാൻ പോവുകയൊക്കെ ചെയ്യാം, ആ കുറ്റം വേണ്ട. അയാൾ പിറുപിറുത്തു പോയി. കൊച്ചമ്മേ, പെട്ടിയിൽ അരി കിടപ്പുണ്ടോ?
നെല്ലിന് തീ കത്തിച്ചു വെച്ച് ഉമ്മ ചോദിച്ചു. ഇല്ല, 2 ദിവസത്തേക്ക് കാണും. അപ്പോൾ പിന്നെ വേഗം നോക്കിയില്ലെങ്കിൽ ഇതിപ്പോൾ ഉണക്കി കുത്തിയാലും എത്ര ദിവസത്തേക്കുണ്ട്? അയാൾ കൊടുത്തയക്കണ്ടേ? അവിടെ ശരിയായി കിടപ്പുണ്ട്, ഇങ്ങോട്ട് എത്തിച്ചു തരണ്ടേ? ഇവിടെ നിന്ന് ആരും പോയി പിടിച്ചു വാങ്ങി എടുത്തു കൊണ്ടുവരാനില്ല എന്നറിയാവുന്നതുകൊണ്ട് വെച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞ മാസം 2 ഉണക്കി അകത്തിട്ട് പൂട്ടി മുണ്ടാതെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ചോദിക്കാൻ ആളില്ല. അച്ഛന് പണ്ടും ഇതൊന്നും വയ്യ, കുളിയും തൊഴിലുമായിട്ട് കഴിയാനല്ലാതെ. ഇവരൊന്നും വഴക്കിന് ചെല്ലാൻ അച്ഛനെ കൊണ്ടാവില്ല. ചേട്ടന് അത്രയും വയ്യ. മിനി കലവറയിൽ കിടക്കുക തന്നെയില്ല. ഇപ്പോൾ നെല്ല് കൊണ്ടുവന്നില്ല എന്നും അരി കഴിഞ്ഞു എന്നും ഒന്നും അറിഞ്ഞു കാണില്ല. താഴത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെ ചുരുക്കം. വല്ലതും കഴിക്കാൻ ചെന്ന് വിളിച്ചാലാണ് മുറിയുടെ വാതിൽ തുറക്കുന്നത്. കൊച്ചച്ചിയുടെ നിഴൽ പോലെ നടക്കാനല്ലാതെ വേറൊന്നിനും വയ്യ രതിക്ക്. ഒന്നുകിൽ മുറിയിൽ കയറി ഇരുന്ന് പുസ്തകം വായിക്കും, അല്ലെങ്കിൽ കൊച്ചച്ചിയുടെ പിന്നാലെ നടക്കും. വേറൊന്നിനും അവളെ കൊണ്ടാവില്ല. ഓ, അവളൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സുഖക്കേടില്ലാതെ കണ്ടാൽ മതി. ബാക്കിയൊന്നും പറയാനിട്ട് പാട്ടക്കാരുടെ മുഷ്ക് കൂടി ഇപ്പോൾ. ആ രാമനായരെ ഒരു 10 പ്രാവശ്യം പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങോട്ട്. ഇത് തന്നെ ഒരു ജോലി അയാൾക്ക്. ഓരോ തവണ ഓരോ ഒഴികഴിവും പറഞ്ഞു വിടും. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആരുമില്ല. തലമുറകളായി അവർ നടന്നു വരുന്ന നിലമാണ്. അവർക്ക് അതിൽ അവകാശമായി കഴിഞ്ഞു. ഉടമസ്ഥന് ഒന്നും കൊടുത്തില്ലെങ്കിലും വലിയ തകരാറില്ല എന്നുള്ള കാലം. ആ വയസ്സൻ അവറാൻ മാപ്പിളയാണെങ്കിൽ അയാൾക്ക് പഴയ കൂറെങ്കിലും കാണും. അയാൾക്ക് വയ്യാണ്ടായില്ലേ? അയാളുടെ മകനാണ് ഇപ്പോൾ പണിയൊക്കെ നടത്തുന്നത്. ആ പൈലിയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. അവൾ കലവറയിലേക്ക് നടന്നു. ഇല്ല, 2 ദിവസത്തേക്ക് തന്നെ കഷ്ടിയാണ് അരി. അവൾ അരിപ്പെട്ടി അടച്ച് അതിന്മേലായിരുന്നു. എല്ലാവരുടെയും ഭാരം തൻ്റെ തലയിലാണോ? ആവോ ദൈവമേ, എത്ര നാളിതങ്ങനെ കൊണ്ടുപോകും? എപ്പോഴും ക്ഷീണം. കുളത്തിലെ പടികളിറങ്ങുന്നത് ഓരോ സാധനവും കൊണ്ടും മുകളിലും താഴത്തും ഇറങ്ങിക്കയറി നടക്കുന്നതിന്. ഓ, അന്ന് രാത്രിയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയത് രതിയെ തന്നെ വിടാൻ മനസ്സിലാഞ്ഞിട്ട് പോയതാണ്. എങ്ങനെയെങ്കിലും അവൾക്ക് മനസ്സിന് കുറച്ച് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചു. പറഞ്ഞാൽ അത്ര വളരെ ദൂരമൊന്നുമില്ല. എന്നിട്ടും തിരിച്ചെത്താൻ എന്ത് പ്രയാസപ്പെട്ടു. ആ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരടി അങ്ങോട്ട് നടക്കാൻ വയ്യെന്ന് തോന്നി. അവിടെ കുറച്ചു നേരം രതിയെ നിർത്താൻ പെട്ട പാട്. റോഡിൻ്റെ നടുക്ക് പാലത്തിന്മേൽ നിൽക്കാൻ അവൾ കൂട്ടാക്കുമോ? വാസ്തവം പറയാനും നിവൃത്തിയുണ്ടോ? കാലു കുഴഞ്ഞ് നടക്കാൻ വയ്യാതായിട്ടാണ് എന്ന് രതി അറിഞ്ഞാൽ നല്ല കാറ്റുള്ള സ്ഥലം, കുറച്ച് നിന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമ്മതിപ്പിച്ചത്. എന്തൊരു കിതപ്പും വയ്യായിയും. എവിടെ ചെന്നെത്തുമോ എന്തോ. രാമൻ നായർ പോയി ഒരു 3 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. അയാൾ അവിടെയും ഇവിടെയും നടന്നു കാണും. അവറാൻ മാപ്പിളയെ കണ്ടില്ല. പൈലിയെയാണ് കണ്ടത്. ഇത്തവണയും കൃഷി മോശമാണ്. ഇക്കൊല്ലം കൂലിയൊക്കെ കൂടുതലും. പോലീസുകാർ വന്നു നിന്നാണ് കൊയ്തത്. അവർക്കും കുറേ കാശ് കൊടുക്കേണ്ടി വന്നു. നെല്ല് കുറേ അങ്ങനെയും ചെലവായി. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ പതുക്കെ കൊടുത്തയക്കാം. ഇത്രയും നാൾ മെയ്യ് അനങ്ങാതെ ഉണ്ടില്ലേ? ഇടയ്ക്ക് ഇത്തിരി താമസിച്ചാൽ ഒന്നും വരാനില്ല. കുറച്ചറിയട്ടെ. വല്ലവരും വേലയെടുത്ത് തിന്നുമ്പോഴത്തെ അനുഭവം. രാമൻ നായർ സ്വന്തം കയ്യിൽ നിന്ന് കൂടി കുറേ ഇട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് പൈലി പറഞ്ഞത് വർണ്ണിച്ചു കേൾപ്പിച്ചു. 1 ആഴ്ച കഴിഞ്ഞു. അയാൾ കൊടുത്തയക്കുന്ന ലക്ഷണമില്ല. തിങ്കളാഴ്ചയാണ്. കാപ്പിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് ഉച്ചക്കിലേക്ക് കൂട്ടാന് കൃഷ്ണവും നുറുക്കി കൊടുത്ത് അവൾ കൈ കഴുകാൻ ചെന്നപ്പോൾ മുറ്റത്ത് ഉമ്മ കാവലുണ്ട്. നെല്ല് കൊണ്ടുവന്ന കൊച്ചമ്മേ? ഇല്ല. പിന്നെങ്ങനെ? ഉമ്മ ഒരു കാര്യം ചെയ്യൂ, മറ്റന്നാൾ വരൂ. ഓ, എന്നാൽ ഇപ്പോൾ ഉമ്മ പോയിക്കോട്ടെ. കൊച്ചിന് കഷായം മേടിക്കാൻ വന്നതാ. കൊച്ചമ്മേനെ കണ്ട് ചോദിച്ചു പോകാമെന്ന് കരുതി. പോയിക്കോളൂ. അവൾ അടുക്കള ഉമ്മറത്തെ തൂണും ചാരി നിന്നു. ഇനി രാമനായരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെത്താൻ പോയി നോക്കുക, അല്ലെങ്കിൽ കേസും കൂട്ടവും. ഇല്ല, പോയി നോക്കണം ഇന്ന് തന്നെ. മിനിയോട് ചോദിച്ചാൽ സമ്മതിക്കില്ല. നെടുംപുളിക്കലെ കുഞ്ഞമ്മ പാട്ട് നടക്കുന്ന മാപ്പിളയുടെ വീട്ടിലേക്ക് പോവുക. മിനി സമ്മതിക്കില്ല. അറിയാതെ പോകണം. രതിയോട് പറഞ്ഞാൽ അവൾ കൂടെ വന്നിട്ടെന്ന് വിശേഷം. പാവം. ദേവ് കലവറയിൽ ചെന്ന് അടുക്കളയിലേക്ക് വേണ്ടതൊക്കെ എടുത്ത് പുറത്തു വെച്ചു. നേരം ഉച്ചയാവാറായി. സാരമില്ല, ഇന്ന് തന്നെ പോകണം. അവൾ അടുക്കള തളത്തിൻ്റെ പിന്നിലേക്കുള്ള വാതിൽ കൂടി ഇറങ്ങി. കുറേ ദൂരം പറമ്പാണ്. അത് കഴിഞ്ഞ് റോഡിൽ ഇറങ്ങിയപ്പോഴാണ് കുട എടുത്തിട്ടില്ലെന്ന് ഓർത്തത്. നല്ല വെയിൽ. അവൾ കൂട്ടാക്കാതെ നടന്നു. കളത്തിന് തൊട്ട് തന്നെയാണ് അവറാച്ചൻ മാപ്പിളയുടെ താമസം. അമ്മയുടെ വല്യമാവൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ് അവറാൻ മാപ്പിളയുടെ അച്ഛനെ. പഴയ പുരയ്ക്ക് മാറ്റി സാമാന്യം ഭേദപ്പെട്ട ഒരു വീടാണിപ്പോൾ. ഉമ്മർത്തെങ്ങും ആരുമില്ല. തീ പോലത്തെ വെയിലത്ത് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൾ പരിങ്ങി നിന്നു.
അവൾക്കറിയാൻ വയ്യാത്ത അവളൊന്നും ഭയപ്പെട്ടിരുന്ന മൃഗീയ ശക്തിയുടെ പ്രതിബിംബമായി തോന്നി പൈലിയും പൈലിയുടെ ആ വീടും. തുടരും.